ാനന്ദകരം മനോദരം പരമശ്രേഷ്ഠൈരതായതൈ മുജുരണ്ണേ വന്നമക്ലഭി ോമാനം തരസികർമ്മനൂതേവസേതരിത്തരീം നവന്യതേ സ്വയമനമർത്തരീം മവാൻ ഊജോം അയം ഗാമർത്തമയോഴനസ്യം മനോവാരണ പയസദാവാഗ്രഹാം തഥാ കോമകാണോന്നാം ക്രാമതി ബ്രഹ്മണംഭന്നവന്നാം യജമന്വാജാം ആപദന്തേ പ്രതീയതേവാദയാകർദയാം സ്വാമൃതേതീസാംഗീർമണോപദേശി സകീനോക്ഷബന്ധോ യഥാപൂരുഷാം ഭഗവാനാ ഊജോ ോ ദർഭ്രതത്രൈത്വം പ്രത്യക്ഷാനസ്വദേനം മായാഗേതാമതീയോമൻ തത്വം സസ്ഥാപഞ്ചഭാസഭൂതയ്യ ലോകേതരാഊജു പ്രയാതന്യോസ്തമുദത്നയ പ്രവോ വിശ്വാത്മനിക്ഷേന്ദ്രവ്യമാത്മനാം അസാവ്യുക്തേഷുപതാമനന്യവസ്യാനുരാമസ്വലാം ജഗദ്ഭവത്തിലേണ ദൈവതോ നിർവിദ്യമാനഗുണയാത്മമായ യജിതത്മവേദമതേവം ധയാ വിനിവർത്തിതഭ്രഗുണത്മനീളമാം ബ്രഹ്മോവാചം സമസ്തേ സൃതത്വായ ധർമാദീനഞ്ജസൂതയേ നിർഗുണായ ജൽസാം നഹം വേദാവരീഭിജാം അഗ്നിവാചം യേഷാം സമദ്ധതേജാഭ്യം വകേ സഞ്ജരാജ്യതിക്തം സംയജ്ഞം പഞ്ചവിദം ച പഞ്ചവിശിഷ്ടം വിദുർഭിപ്രണതോസ്മി യജ്ഞം ദേവാ ഊജു പുരാഗദ്ഭാവയേ സുകൃതമുദരീകൃത്യ വികൃതം തമേവാദ്യ തസ്മിൻ ശല്ല പുരകേന്ദ്രാഭിതയനേ മാൻസേഷൈർദ്ധേഹൃതി മൃഷതാധ്യാത്മപദവി സേവാദ്യാക്ഷ്ണോര്യ പതിചരസി പ്രജാനവസിനാം ഗന്ധർവാ ഊജു ഹംസം സംസ്ഥദേവരീജാതേതേ ബ്രഹ്മേന്ദ്രാജ്ഞാം ദേവഗണാനുദ്രപരോഗാം ക്രീഡാപണ്ഡം വിശ്വവിദം യസ്യ ഭൂമൻ സ്മൈ നിത്യം നാഥ നമസ്തേ കരവാമ വിദ്യാധരാ ഊജു തന്മായഘ്നാഭിവദ്യകളേവരസ്മിൻ കൃത്വാ മഹമതി ദുർമധുപഥൈ സ്വൈയ ക്ഷിപ്തോപി സദ്വിഷയലാനസക്നമോഹം വിസ്മൃതമൃതനിഷേവക ഉദ്യുതസ്യേൽ ബ്രാഹ്മണാ ഊജു
ത്വം കൃതത്വം കൃതം ഉദാഹത്വയം ത്വം ഹിമന്ത്രത്വമെന്തഭവാണിതാം തം സസ്തസ്തുജോ ദമ്പതീദേവതാഗ്നിപത്രം സദാ ഹോമമജ്ഞം വശോ ത്വംപുരാഗാംനസായ മഹാഭൂരോ ദണ്ഡ്രയാവ പത്മിനീ വാരണേന്ദ്രോ യഥാ സ്തൂയമാനോ തദ്ലീലയായോഗവിഞ്ജകർത്ഥത്രയീകൃതോ സ പ്രസീദ നമസ്മാകമാനം ശതം ദർശനം ദേവരിഭ്രട്ടതകർമ്മണാം കീർത്യമാനേ നൃപന്നാംനി യജ്ഞേശതൈയജ്ഞമിഘ്നാക്ഷയം യാന്തി തസ്മൈ നമഃ മൈത്രയ ഉവാചാം ദക്ഷകവ്യജ്ഞം ഭദ്രദ്രാമശ്രുതം കീർത്യമാനേ ഋഷികേശേ തന്നിന്യേജ്ഞഭാവനേ ഭഗവാൻ സ്വേനവാകേന സർവഭാഗഭു ദക്ഷമഭാഷ്യ പ്രിയമാണിവാനഹാം പ്രിയഭവാനുമാജ അഹം ബ്രഹ്മാജ സർവസ്യ ജഗതകാരണം പരം ആത്മീ സർവദ്രഷ്ടാ സ്വയന്തർഗവിശേഷണം ആത്മായാം തമാവിശ്യ സോഹം ഗുണമയീം ദ്വിജാം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദധ്രേജ്ഞാം പ്രയോജിതാം തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മണദ്രൗജഭൂതാനി ഭേദേന നൂനപശ്യതി യഥാ മാനസ്വാംഗേഷു രപ്പാണ്യാദിഷുക്കുജിൽ പാരക്യബുദ്ധിം കുരുതേ യം ഭൂതേഷു മത്പരാം ത്രയാണാം ഏകപാവാനം യോ നപശ്യതി വൈ വിദാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സന്ധിമനിഗച്ഛതി മൈത്രയവാചാം ഏവം ഭഗവതാനിഷ്ഠ പ്രജാപതിപതിർഗരിം അച്യുത്വാ കൃതനാസ്വേന ദേവാനുഭേദോയിജ രുദ്രഞ്ജസ്വേന മാകേന സമാധിതാം സമാഹിത കർമ്മണോദവസാനേന സോമാനിതരാനവീം വദവസ്താർത്തുഭ്യഃ തസ്രൗ ഔഭൃതം തഥാ തസ്മാ അഭ്യുനവാമേന സ്വേനേവാവാപ്തരാദസേ നമയമയന്തദ്മതിന്തത്വാ ത്രദിശാന്തേ ജ്വം യുയോ ഏവം ദാക്ഷായണീ ഹിത്വാ സതീ പൂർവകളേവരം യജ്ഞേ ഹിമോദക്ഷേത്രേ മേനായാമതി സുശ്രമം തമേവ ദൈനം ഭൂയ ആനന്ദേ പദമംബികാം അനന്യവാവൈ ഗഗതിം ശക്തിസുപ്തേ ഊരണം ഏതദ്ഭഗവതംഭോ കർമ്മദക്ഷാധുരദൃഗാം ശ്രുതം ഭാഗവതാക്ഷിഷ്യാദുദ്ധമാന്മേ ബൃഹസ്പതേ ഇദം പവിത്രം പരമീശചഷ്ടിതം യശസ്യമായുഷ്യമഹോഹമർഷണം യോ നിത്യജാഗന്നരോരുകീർത്തയേൽ ധുനോജ്ജനം ഗൗരവ ഭക്തിഭാവത ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംസ്യാം ഗീതായാം ദക്ഷൈനന്ദാനോത്തമോധ്യായാം റോത്രാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീരാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം
ദൈവായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാധരവോഭിനേതും തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പുരാണങ്ങളിലൊക്കെ കഥകളാണ്, അനേക കഥകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സാരം മനസ്സിലാക്കില്ല ആളുകൾ. കഥ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ചർച്ച എന്നാണ് അതിനർത്ഥം. ഗഹനമായിട്ടുള്ള കാര്യങ്ങളെ ലളിതമായിട്ട് പറഞ്ഞു തരൽ. ഉദാഹരണം, എവിടെ കഥ പറയണ്ടെങ്കിലും അതിന് മുമ്പൊന്ന് കാണാം. അത്രാപ്യുദാഹരന്തീമമിതിഹാസം പുരാതനം. ചിലപ്പോൾ അത് കുറേ വലിയ കഥയാവും. വലിയ കഥ കണ്ടാൽ എന്താ അർത്ഥം? ആ ചോദ്യം അത്രേ ഗഹനമാണെന്നർത്ഥം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചോദ്യം ചോദിക്കും, 3-4 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ചെറിയ ഒരു കഥ കൊണ്ടൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോഴാണ് കുറേ ദീർഘമായിട്ടുള്ള കഥകൾ. ധ്രുവന്റെ ചരിത്രം വന്നപ്പോൾ 5 അധ്യായം. ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ള 6 അധ്യായങ്ങൾ ദക്ഷചരിത്രം. അപ്പൊ അതൊന്നും ചുരുക്കത്തിൽ ഉത്തരം പറയാൻ പറ്റില്ല. അതിനാണ് ഒരു വലിയൊരു ചരിത്രം തന്നെ ഉദാഹരിച്ചത്. പൃഥുവിന്റെ ചരിത്രം പറയുമ്പോൾ 11 അധ്യായങ്ങളിലായിട്ടാണ് നീണ്ടു നിൽക്കുന്നത്. 11 അധ്യായങ്ങളിലാണ് ആത്മചരിത്രം. അതങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതുകൊണ്ടാണ്. അപ്പൊ ചോദ്യത്തിന് ഉത്തരം പറയും. ആ ചോദ്യം എത്രയും ഗഹനമാണോ അതനുസരിച്ചിരിക്കും ഒരു കഥ. ആ കഥ പറഞ്ഞാലേ ആ സംശയം തീരുള്ളൂ. അതായത് ഒരു ശാസ്ത്ര തത്വത്തെ ഒരു സംഭവം, നടന്നൊരു സംഭവം പോലെ വർണ്ണിക്കണം. അപ്പൊ അത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ മനനം ചെയ്ത് നമുക്ക് ശരിയായിട്ടുള്ള ബോധമുണ്ടാവും. പിന്നെ ഒരിക്കലും ആ സംശയം വരില്ല. എന്നാൽ മഹാത്മാക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളോ ഇനി ഭാവിയിൽ പോലും ജിജ്ഞാസുക്കൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അല്ലാതെ തൽക്കാലം അവർക്ക് എന്തെങ്കിലും സംശയം ഒന്നും ചോദിക്കലില്ല. ഉദ്ധവരെന്തെല്ലാം ചോദ്യം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉദ്ധവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രമല്ല, ലോകത്തിന് വേണ്ടിയാ ചോദ്യം. ഉദ്ധവര് ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, സർവശാസ്ത്രങ്ങളും ഗ്രഹിച്ചിട്ടുള്ള ആളാണ്. പൂർവ്വജന്മത്തിൽ പോലും ഭഗവാനെ ഉപാസിച്ച ആളാണ്, വസുക്കളിലെ ഒരാളാണ്. അങ്ങനെയുള്ള ആള് എന്താ ഈ നിസ്സാര ചോദ്യം ചോദിക്കുന്നതെന്ന് തോന്നും. അവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്കത് ഒരു പാഠമായിട്ട് തീരാൻ. ആരെല്ലാം ഈ സംവാദം കേൾക്കുന്നുവോ, ഈ സംഭാഷണം കേൾക്കുന്നുവോ, അവർക്ക് വിവേകം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ആ മഹാത്മാക്കളുടെ ചോദ്യം. അങ്ങനെ ചോദ്യത്തിന്റെ രൂപത്തിലാണ് എല്ലാം തന്നെ, എല്ലാ കഥകളും, എല്ലാ ശാസ്ത്ര ചർച്ച. ഏത് ശാസ്ത്രത്തിന്റെ, വേദത്തിന്റെ, വേദസാരത്തിന്റെ ആ വിവരണം. അപ്പോഴാണ് പരീക്ഷത്തിന്റെ കുറെ ചോദ്യങ്ങളുണ്ട്. അതിനു മുൻപായിട്ട് പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു. തനിക്കൊരു തെറ്റുപറ്റി. കലി എന്ന് പറഞ്ഞാൽ എന്താ? പാപേ യദ്രമതേ മനഃ. ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്യാൻ തോന്നും. ഇതാണ് കലിയുടെ പ്രഭാവം. മനസ്സിനെ മലിനമാക്കി തീരും. വിപരീത ബുദ്ധി, ധർമ്മബുദ്ധിയല്ല, വിപരീത ബുദ്ധി വന്നു ചേരും. പരീക്ഷിത്ത് എത്രയും വലിയ ആളാണ്. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ട ആളാണ്. അതാണ് പരീക്ഷിത്തെന്ന് പേരും പോലും വന്നത്. പരിതഹ ഈക്ഷതേ, ചുറ്റും നോക്കുകയാണ്. തൻ്റെ അടുത്ത് വരുന്നവരൊക്കെ പരീക്ഷിച്ച് നോക്കും. എന്താ നോക്കണത്? ആ സുന്ദര രൂപം തന്നെയാണോ ആ അന്ന് കണ്ട ആള് വരുന്നുണ്ടോ തൻ്റെ അടുക്കേന്നാ. ഇങ്ങനെ ഒരു സ്വഭാവമായി. അതാണ് പരിതഹ ഈക്ഷതയും. ചുറ്റും നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരനെ അന്വേഷിക്കുന്നവൻ നല്ലൊരു സാധകൻ എന്നർത്ഥം. പരീക്ഷിച്ചെന്നുള്ളതിന് നല്ലൊരു സാധകൻ എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് പറ്റിയപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. ശുദ്ധി നേടാനുള്ളതാണ്. ഒരു തെറ്റ് പറ്റിയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിലോ നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കും. ഞാൻ അത് ചെയ്തുല്ലോ, അത് ചെയ്തു എന്ന്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മനസ്സിന് വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നാമജപമായിട്ടും
ഓരോരോ പ്രായശ്ചിത്ത കർമ്മങ്ങൾ, ദാനാദികൾ, ദശദാനാദികൾ, ഷോഡശദാനം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. വെറുതെ പറഞ്ഞതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അത് പരിഹരിക്കാൻ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ആചാര്യം പറയാണ് ഇന്ന ദാനം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി, എല്ലാം തീർന്നു എന്നൊരു തോന്നൽ. അങ്ങനെ മനസ്സിനെ ഒരു ശാന്തി നേടാം. ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടിരിക്കേണ്ട ഞാൻ ഒരു മഹർഷിയെ ലോക നന്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഋഷിയെ അപമാനിച്ചില്ലേ, ഭഗവാനെ എനിക്ക് നല്ലൊരു ശിക്ഷ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരീക്ഷിത്ത് തിരിച്ചു പോകുന്ന കൊട്ടാരത്തിലേക്ക്. അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് ഉടനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറയണു, ശമീകന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്, അങ്ങക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ട്, ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. 7 ദിവസം കഴിഞ്ഞാൽ 7-ാം ദിവസം തക്ഷകാഹ സത്വമേഹനി ദംഷിതി സ്മ കുലാങ്കാരം ചോദിതോ മേ തതദ്രുഹം. എന്റെ താതനെ ദ്രോഹിച്ചില്ലേ, ആ ആള് ആരായാലും വേണ്ടില്ല, ആരാന്നൊന്നും അറിയില്ല. ഇങ്ങനെ സർപ്പത്തിനെ കഴുത്തിലിട്ട് കണ്ടുള്ളൂ അച്ഛനെ. ആരാണോ ഈ ദുഷ്ടകർമ്മം ചെയ്ത് ആ ആൾക്ക് 7-ാമത്തെ ദിവസം തക്ഷകന്റെ കടിയേറ്റ് മരണം സംഭവിക്കട്ടെ എന്ന് ആണ് ശാപം. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും വേഗം അദ്ദേഹത്തിന് 4 പുത്രന്മാരാണ്. അതിൽ മൂത്ത പുത്രനാണ് ജനമേജയൻ. ജനമേജയനെ ഏൽപ്പിക്കുന്നു, രാജ്യഭാരം ഏൽപ്പിച്ചു. കുറച്ച് ദർഭപുല്യമെടുത്ത് ഗംഗാതീരത്തിൽ വന്നു, അവിടെ ഇരുന്നു. ഇനി അവിടുന്ന് എഴുന്നേൽക്കലോ ഒന്നുമില്ല, വിശന്ന ഭക്ഷണം കഴിക്കലില്ല, ദാഹിച്ച വെള്ളം കുടിക്കലും ഒന്നുമില്ല. മരണം വരെ ഉപന്യാസം, ഇവിടെ ഉപവാസം. ഈ ഉപന്യാസം കേട്ടുകൊണ്ട്, ഈ മഹാത്മാവിൻ്റെ മുഖത്തുനിന്ന് ഉപദേശം കേട്ടുകൊണ്ട് അവസാനം വരെ അവിടെ ഇരിക്കുക. മരണാന്തം വരെയുള്ള ഉപവാസത്തിന് പ്രായോപവേശം എന്ന് പേര്. എന്ന് പറഞ്ഞാൽ അത്ര ശ്രദ്ധിച്ചിരുന്നു എന്നാണ് കഥ താല്പര്യം. രാജാവ് നിമിഷ നേരം കൊണ്ട് എല്ലാം അപേക്ഷിച്ചു വന്നു എന്ന്. ഇവിടെ പ്രായോപവേശം ചെയ്തിരിക്കണമെന്ന് കേട്ടതോടുകൂടി എത്ര മഹർഷിമാരാണ് അവിടേക്ക് വരുന്നത്. അത്രിഹി വസിഷ്ഠ ച്യവന ശരദ്വാൻ അരിഷ്ടനേമിർഭൃഗുരംഗിരാശ്ച പരാശരോ ഗാധിസുതോധരാമഃ ഉതഥ്യഃ ഇന്ദ്രപ്രമദേത്മവാഹോ മേധാതിഥിർദേവലാർച്ചിഷേണോ ഭാരദ്വാജോ ഗൗതമപിപ്പലാദഃ. ഇങ്ങനെയുള്ള ആളുകൾ ശിഷ്യന്മാരോട് കൂടിയാണ് വന്നേക്കണേ. ആൾക്കാർ തിങ്ങി നിറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഭാഗ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ കഴിഞ്ഞത്, നിങ്ങളെ മുഴുവൻ കാണാൻ കഴിഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ. മരണസമയത്ത് വേണ്ടപ്പെട്ടവരടുക്കുണ്ടാവണമെങ്കിൽ തന്നെ എത്രയോ സുഹൃതം വേണം. അപ്പൊ ലോകബന്ധുക്കൾ നിങ്ങളെ കാണാൻ കഴിഞ്ഞല്ലോ എനിക്ക്, ഭഗവാന്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ അലം ഗായത വിഷ്ണുഗാഥാഹ, ഭഗവത് കഥകൾ പാടിക്കോളൂ എന്നാണ്. കുഹകഃ തക്ഷകോ വാദശതു അലം ഗായത വിഷ്ണുഗാഥാഹ. തക്ഷകനോ മറ്റേത് സർപ്പോ എന്ത് പണി എന്ന് എന്നെ കടിച്ചോട്ടെ, ഭയമില്ല, നിങ്ങൾ ഭഗവത് കഥകൾ അങ്ങനെ പാടിക്കോളൂ, അത് കേട്ടുകൊണ്ടിരിക്കാലോ. അപ്പൊ പിന്നെ മറ്റൊരു വിഷമം അറിയില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ചോദിച്ചു, ഒരു കാര്യം കൂടി, പുനശ്ച ഭൂയാത് ഭഗവത്യനന്തേ. ഒരു കാര്യം കൂടെ എടുക്കാൻ നിങ്ങളുടെ പ്രാർത്ഥിക്കാം. മഹാത്മാക്കൾക്ക് അങ്ങനെയുള്ള കൊടുക്കാൻ പറ്റുള്ളൂ, ആഗ്രഹിച്ചാൽ കൊടുക്കാൻ പറ്റുന്നത്. എന്താ അത്? പുനശ്ച ഭൂയാത് ഭഗവത്യനന്തേ രതിഹി. ഭഗവാനില് രതി ഉണ്ടാവണം, ഭഗവാനില് ഭക്തി ഉണ്ടാവണം, അതാണ് വേണ്ടത്. പുനശ്ച ഭൂയാത് ഭഗവത്യനന്തേ രതിഹി പ്രസംഗശ്ച തദാശ്രയേഷു. ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാരോട് സംഘം വേണം, സത്സംഗം കിട്ടണം. മഹൽസു യാം യാം ഉപയാമി സൃഷ്ടിം. എത്ര എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും അപ്പോഴെല്ലാം തന്നെ മൈത്ര്യസ്തു സർവത്ര. എല്ലാവരിലും ഒരു മിത്രഭാവം, സ്നേഹം അതുണ്ടാവണം. നമോ ദ്വിജേഭ്യ. നിങ്ങൾക്കെല്ലാവരും ഇതാ നമസ്കാരം, എല്ലാവർക്കും ഇതാ നമസ്കാരം. നിങ്ങൾ അനുഗ്രഹിക്കണേ. ഇങ്ങനെയുള്ള അനുഗ്രഹം എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും സജ്ജനങ്ങളെ കാണാൻ കഴിയുക, ഭഗവാന്റെ ഭക്തി ഉണ്ടാവുക, ഇതെല്ലാം തന്നെ നിങ്ങളുടെ സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 7 ദിവസമേ ആയുസുള്ളൂ,
എന്തൊക്കെയാണ് കേൾക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു തരണം വേദസാരം മുഴുവൻ. അപ്പോൾ ഋഷിമാർക്കാകെ വിഷമായി. വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ 7 ദിവസം കൊണ്ട് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് വിഷമായി. ഏതാ പറഞ്ഞു കൊടുക്കേണ്ടത്, എത്ര എത്ര മാസങ്ങൾ വേണം, അനേക ശാസ്ത്രം ബഹുവേദിതവ്യം, അല്പശ്ച കാലഹ ബഹവശ്ച വിഘ്നാഹ. ഈ കുറച്ച് സമയം കൊണ്ട് എന്ത് പറഞ്ഞു കൊടുക്കണം ഈ മഹാത്മാവിന്? നമ്മളൊക്കെ ചോദിച്ചു, നമ്മുടെ ഭാഗത്തിൽ നമസ്കരിച്ചു, പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവർ തമ്മിൽ ഇങ്ങനെ ആലോചനയായി. നാമം ജപിക്കാൻ പറയണോ, ധ്യാനിക്കാൻ പറയണോ, എന്താ പറയണ്ടേന്ന് പറഞ്ഞു കൊടുക്കണ്ടേന്ന് അവർക്ക് സംശയമായി. 7 ദിവസമേ ഇത് ആയുസ്സുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആ മഹാത്മാവ് വരാണ്. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രഃ യദൃച്ഛയാ ഗാമടമാനോനപേക്ഷഃ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ മൃതസ്ത്രീബാലൈഃ അവധൂതവേഷഃ. നിജലാഭതുഷ്ടഃ, ഭഗവാനെ കിട്ടിക്കഴിഞ്ഞു, ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞു, ആത്മജ്ഞാനിയാണ്, അതുകൊണ്ട് തുഷ്ടനാണ്. അവിടെ എതിർച്ചയാ എത്തിച്ചേരുക. ഓരോരോ വേണ്ട ആൾക്കാർ, മഹാത്മാക്കളൊക്കെ വേണ്ട വേണ്ട സമയത്ത് വേണ്ട ദിക്കിൽ എത്തിച്ചേർന്നോളും. അതിനു വേണ്ടിയാണ് അവരുടെ സഞ്ചാരം. അവിടെ വന്നു ചേർന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മഹത്വം അറിയാതെ എന്തുണ്ട്, കുറേ ആളുകൾ ഒപ്പം കൂടിയിട്ടുണ്ട്, അറിവില്ലാത്തവർ. ഇദ്ദേഹം ഇങ്ങനെ ആരോടൊന്നും സംസാരിക്കാതെ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന ആ തലമുടിയിൽ ശരീരത്തിൽ വസ്ത്രം പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇത് ശരിക്കും ഭ്രാന്തനാന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ പരിഹസിച്ചുണ്ട് അനവധി ആൾക്കാർ. അത് വൃതസ്ത്രിബാലൈഹി അവധൂതവേഷാഹ. ഇങ്ങനെയാണ് ഗംഗാതീരത്ത് മഹർഷിമാരുടെ സദസ്സിലേക്ക്, ആ പ്രായോപവേശ സദസ്സിലേക്ക് വന്നു ചേരുന്നത്. ഇദ്ദേഹം വന്നാട് കയറുമ്പോഴേക്കും എങ്ങനെയാ വരുന്നത്, പ്രേമണ പഠൻ ഭാഗവതം ശനൈ ശനൈഹി. വ്യാസഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഭാഗവതം അങ്ങനെ ശ്ലോകങ്ങള് ഇങ്ങനെ ഗുരു കഴിച്ചുകൊണ്ടാണ് വരുന്നത്. വന്നപ്പോ ഈ മഹർഷിമാർ മുഴുവൻ എഴുന്നേറ്റെന്ന് വന്ദിച്ചു. അപ്പോഴാണ് കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലായത് ഇതൊരു ഭ്രാന്തനല്ല, ഒരു വലിയ ജ്ഞാനിയാണ്. ഇനി ഇതിന് ശിക്ഷ കിട്ടിയെങ്കിലൊന്ന് പേടിച്ച് അവരെല്ലാം പേടിച്ച് ഓടിപ്പോയിന്ന. ഒപ്പം ഇദ്ദേഹത്തിനെ പരിഹസിച്ചുകൊണ്ട് ഓരോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഭ്രാന്തന്മാരുടെ പിന്നാലെയൊക്കെ ആൾക്കാർ കൂടും. അതുപോലെ കൂടിയേറുന്ന ആളുകളൊക്കെ പേടിച്ച് പോവുകയും ചെയ്യും. ഇദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പ്രത്യേകം സ്ഥാനം കൊടുക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ വന്ദിക്കണോ. പരീക്ഷിച്ച് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഇനി എഴുന്നേൽക്കില്ലല്ലോ, പ്രായോപവേശം ചെയ്തില്ലേ. ശിരസ എന്ന നാമ, ശിരസ് കൊണ്ട് അദ്ദേഹം ഒന്ന് വന്ദിച്ചു, നമസ്കരിച്ചു, അവിടെ തന്നെ ഇരുന്നു. വലിയ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, വലിയ ഭാഗ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ കഴിഞ്ഞത്. അങ്ങേപ്പോലുള്ള ആളുകളെ ഗോദോഹന മാത്രം ഒരു ദിക്കിൽ നിൽക്കില്ല. കാരണം ആരായിട്ടും പ്രത്യേകം ബന്ധമില്ല, എല്ലാവരുടെയും ബന്ധമൊപ്പ. അത് കാരണം അങ്ങനെ സഞ്ചരിക്കുക. ഗോദോഹന മാത്രം ഓരോ ദിക്കിൽ ചെല്ലും. എന്തിനു വേണ്ടിയിട്ടാ? അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ ചെല്ലണേ. എത്ര നേരം നിൽക്കുക അവിടെ? ഒരു പശുവിനെ കറക്കേണ്ട സമയം മാത്രം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവിടുന്ന് പോയി. ഗോദോഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അപേക്ഷത്തെ. അങ്ങനെയുള്ള ആളാ വന്നു ചേർന്നേക്കണേ. അപ്പൊ എത്ര സുഹൃതം വേണം. യേഷാം കൃപയാ അതിഥി രൂപേണ. തിഥി നോക്കാതെ എതിർച്ചയാ വരുന്ന ആളാണല്ലോ അതിഥി. അഹോ അദ്യവയം ബ്രഹ്മൻ സൽസേവ്യാ ക്ഷത്രബന്ധവ കൃപയാ അതിഥിരൂപേണ ഭവദ്ഭി തീർത്ഥകാഹ കൃതാഹ. അങ്ങയുടെ ആഗമനം കൊണ്ട് ഞങ്ങളൊക്കെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. യേഷാം സംസ്മരണാൽ പുംസാം സദ്യശുദ്ധ്യന്തി വൈ ഗൃഹാഹ. ഗൃഹസ്ഥന്മാരെ ഗൃഹത്തിലിരുന്നു കൊണ്ട് സജ്ജനങ്ങളെ ഒന്ന് ചിന്തിച്ചാൽ മതി, അപ്പൊ തന്നെ ആ ഗൃഹത്തിനൊക്കെ ശുദ്ധി വരും. ഇത്രയുണ്ട് മഹാത്മാക്കളുടെ പ്രത്യേകത. അതുകൊണ്ട് കിം പുനഃ, പിന്നെ ഉണ്ടോ? കണ്ടു കഴിഞ്ഞാൽ മഹാത്മാക്കളെ സ്മരിച്ചാൽ തന്നെ സന്തോഷം, എല്ലാ ദുരിതങ്ങളും തീരും. അപ്പൊ അവര് കണ്ടു കഴിഞ്ഞാലോ കിം പുനഃ ദർശന സ്പർശ പാദശൗചാസനാദിഭി. അവരുടെ പാദപൂജ ചെയ്യാ, തീർത്ഥം ശിരസ്കരിക്കൊക്കെ കഴിഞ്ഞാലോ വലിയ ഭാഗ്യം. സാന്നിധ്യാത്തേ മഹായോഗിൻ.
പാതകാനി മഹാന്യപി, എന്തെല്ലാം മഹാപാപങ്ങളുണ്ടെങ്കിലും സദ്യോ നശ്യന്തി വൈ പുംസാം വിഷ്ണോരിവസുരേതരാഹാം. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് പോലും ദേവന്മാർക്ക് പോലും ശുദ്ധി കിട്ടുന്ന പോലെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവുകൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞത്. വലിയ സന്തോഷമായി. അതുകൊണ്ട് വേഗം പോലെ പൂജിച്ചിരുത്തി. അതഹ പൃച്ഛാമി സംസിദ്ധിം, അങ്ങനെ കണ്ടപ്പോ അതുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇത് പറഞ്ഞുതരാൻ കഴിവുള്ള ആളാണ്, സിദ്ധനായിട്ടുള്ള ആളാണ്. എന്താ അത്? അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും, സർവയോഗീശ്വരന്മാരാലും വന്ദിക്കപ്പെടുന്നവനാണ്. അങ്ങനെ ചോദിക്കുകയാണ്. എന്താ അത്? പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥാ, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? ഇതാണ് പ്രധാനമായിട്ട് ചോദ്യം. പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥാ. അപ്പൊ ഈ ചോദ്യത്തിന്, ഈ ഭൂമുഖത്ത് മനുഷ്യരുള്ളിടത്തോളം കാലം ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. മനുഷ്യന് എന്ത് ചെയ്യണമെന്നാണ്. പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥാ. പോരാ, പിന്നെയും ചിലതറിയണം. യത് ശ്രോതവ്യം, എന്തെല്ലാം കേൾക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യന്. അഥോ ജപ്യം, എന്തൊക്കെയാ ജപിക്കേണ്ടത്. നാവിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. വെറുതെ പലതും പറഞ്ഞ് സമയം കളയാനുള്ളതല്ല, വേണ്ടത് മാത്രം മിതമായിട്ട് സാരമായിട്ട് പറയണമെന്നാണ്. സാരം സുഷ്ഠു മിതം മധു എന്നുണ്ട് പൃഥുവിൻ്റെ ഉപദേശഭാഗത്ത്. പറയേണ്ടത് മാത്രം, ഒരു അധികമോ കുറവോ ഇല്ലാതെ, അതന്നെ നല്ല മനോഹരമായിട്ടുള്ള, കേൾക്കുന്നവർക്ക് നല്ല രസമുണ്ടാക്കുന്ന രീതിയിൽ പരുഷമായിട്ടുള്ള വാക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല വാക്ക് മാത്രം പറയാം. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു സന്തോഷം ഉണ്ടാവും. എന്തൊക്കെയാ വേണ്ടത്? യത് ശ്രോതവ്യം അഥോ ജപ്യം യൽ കർത്തവ്യം നൃഭി പ്രഭോ, എന്തൊക്കെയാ ചെയ്യേണ്ടത്, മനുഷ്യന്റെ കർത്തവ്യം എന്തൊക്കെയാണ്. അതുപോലെ തന്നെ സ്മർത്തവ്യം, എന്തെല്ലാമോ സ്മരിച്ചുകൊണ്ടിരിക്കണോ മനസ്സുകൊണ്ട്. അത് ശരിക്ക് സ്മർത്തവ്യമായിട്ടുള്ള എന്താണ്, എന്താ ശരിക്കേണ്ടത്, സ്മരിക്കേണ്ടത്. ഭജനീയം വാ, ആരാ ഭജിക്കേണ്ടത്, ഭജനീയമായിട്ടുള്ള എന്താണ്. അതുകൊണ്ട് എല്ലാം പറഞ്ഞു തരണം. ഭജനീയം വാ ബ്രൂഹി. മാത്രമല്ല യദ്വാ വിപര്യം, ഇതിൻ്റെയൊക്കെ വിപരീതമായിട്ടുള്ളത്. അപ്പൊ എന്താ ജപിക്കേണ്ടതെന്നും എന്തൊക്കെയാ ജപിക്കരുതാത്തെന്നും, എന്താ കേൾക്കേണ്ടതെന്നും എന്തൊക്കെയാ കേൾക്കരുതാത്തതെന്നും സർവ്വതം പറഞ്ഞു തരണം. സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം, ഇതാണ് ചോദിച്ചത്. അപ്പൊ ഇദ്ദേഹം പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്തെ ഇരിക്കണം. അപ്പൊ ശാപം കിട്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ ചോദിക്കേണ്ടത്? എനിക്കിങ്ങനെ ഒരു വിവേകം നഷ്ടപ്പെട്ട ഒരു മുനിയെ അപമാനിച്ചു, ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിയുടെ കഴുത്തിലെ ചത്ത പാമ്പിനെടുത്തിട്ട് ഒരപരാധം ചെയ്തു. ഈ ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ എന്താ മാർഗം എന്നല്ലേ സാധാരണയായിട്ട് ചോദിക്കേണ്ടത്. പക്ഷെ അത് ശാപമേ പറഞ്ഞില്ല, മനുഷ്യന്റെ കർത്തവ്യം എന്നാണ്. അപ്പൊ എന്താ കഥയുടെ താല്പര്യം? ശാപം കിട്ടി 7ാമത്തെ ദിവസം മരണം എന്നൊക്കെ ശാപം കിട്ടിയെന്ന് പറഞ്ഞാൽ താല്പര്യം അത്രയും വിരക്തി വന്നു എന്ന് കാണിക്കാനാണ്. എപ്പോഴാ വിരക്തി വരിക മനുഷ്യനെ വിഷയത്തിലെ? മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ വിരക്തി വരുള്ളൂ. ഏകാദശം വർണ്ണിക്കുമ്പോൾ പറയത് ആഘാതം നീയമാനസ്യ വധ്യത്യേവന തുഷ്ടിത. എന്തൊരു വലിയ അപരാധം ചെയ്തു രാജാവ്, ആ ആളെ വധശിക്ഷ കൊടുത്തു രാജാവ്. ഭടന്മാർ കൊണ്ടുപോവാ വധിക്കാനായിട്ട്. അപ്പൊ ഏതോ ഒരു സുഹൃത്ത് ഇത് കേട്ടറിഞ്ഞു വന്നു. അങ്ങക്ക് ഇങ്ങനെയൊക്കെ വിഷമം പറ്റിയെന്നറിയാം, വല്ലാതെ വിഷമിക്കണം. ഏതായാലും അങ്ങക്ക് ഇഷ്ടമായിട്ടുള്ള നല്ലൊരു ഭക്ഷണപദാർത്ഥം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കാൻ താല്പര്യമുണ്ടോ? ഭടന്മാർ കഴുത്ത് വെട്ടാൻ പോവുക, കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുക, ആൾക്കാർ പിടിച്ച്. ഭക്ഷണത്തിന് യാതൊരു താല്പര്യമില്ല, എനിക്കൊന്നും വേണ്ടാന്ന് പറയും. എന്നാ ഒരു രാജാവിൻ്റെ ഒരു കിരീടം വയ്ക്കണോ തലയില്? എന്ത് കിരീടം വയ്ക്കല്? അതും വേണ്ട. നല്ല സുഗന്ധ വസ്തുക്കൾ ശരീരത്തിലൊക്കെ പൂശണോ? അതും വേണ്ട. ഇയാളുടെ എന്ത് ചോദിച്ചാലും എനിക്ക് വേണ്ട വേണ്ട വേണ്ട. എന്താ കാരണം?
അടുത്ത നിമിഷത്തില് കഴുത്ത് വെട്ടായി. അതുകൊണ്ടാണ് ആഘാതം നീയമാനസ്യ വധ്യസ്യേവ തുഷ്ടിദാഹ. മരണത്തെ മനസ്സിലാക്കിയാൽ പരമവിരക്തി മനുഷ്യന് വരും. അത്രയും വിരക്തി വരുന്നു എന്ന് കാണിക്കണമെങ്കിൽ എന്ത് വേണം? മരണം വരെ ശാപം കിട്ടി, മരിക്കുമെന്ന് ശാപം കിട്ടി എന്ന് തന്നെ പറയണം. എന്നാലേ പറ്റുള്ളൂ. വേറെ ഒരു വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. യുദ്ധത്തിന്റെ വിരക്തിയുടെ ആധിക്യം കാണിക്കണമെങ്കിൽ ഈ ഒരു മാർഗമല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഋഷിമാരുടെ ഉത്തരത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആ വാക്ക് തന്നെ ഉദ്ധരിച്ചാലേ പറ്റുള്ളൂ. അത്ര ആലോചിച്ചാണ് മഹാത്മാക്കളുടെ വാക്ക്. അല്ലാണ്ട് പരീക്ഷത്തിന് വിരക്തി വന്നു എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് വന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല ആർക്കും. എന്താ വിരക്തി വന്നേ, എത്രണ്ട് വിരക്തി ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതിനിങ്ങനെ തന്നെ പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ ശാപം കിട്ടിയെന്നല്ല അതിന്റെ താല്പര്യം. പരമവിരക്തൻ, ഉത്തമ ശ്രോതാവ്, വക്താവിന്റെ ശ്രോതാവിന്റെ ലക്ഷണമല്ലേ പറയണേ. നല്ല അത്ര വിരക്തി വന്നു. മറ്റേതിലൊന്നും മനസ്സെങ്ങും പോകാതായി ഏകാഗ്രത കിട്ടിയ മനസ്സിനെന്നർത്ഥം. മറ്റ് പലതിലേക്കും പോയിക്കൊണ്ടിരിക്കുക മനസ്സ്, അത് പോകാതെ ഇതിൽ മാത്രമായി മനസ്സെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ കഥ. ഒരു കഥ പറഞ്ഞാൽ അതിന് താല്പര്യം. വിശപ്പ് വന്നു, ദാഹം വന്നു. എവിടെ വെച്ചാത്? കൗശികി നദിയുടെ തീരത്ത് വെച്ചാ. അങ്ങനെ നദീ തീരത്ത് വെച്ച ഒരാൾക്ക് വിശപ്പും ദാഹം വന്നാൽ ഏതോ ദൂരത്തുള്ള ഒരു ആശ്രമത്തിൽ പോയി കണ്ണടച്ചിരിക്കുന്ന മഹർഷിയെടുക്ക വെള്ളം തരൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിൽക്കുമോ? കൗശിക്യാപസ്പൃശ്യ വാഗ്വജ്രം വിസതർജാം. ഇങ്ങനെ സന്ദർഭം കൊണ്ട് നോക്കണം എന്താ പറഞ്ഞതിൻ്റെ എന്ന് താല്പര്യം. ആ സന്ദർഭം നോക്കി അതിന് പ്രത്യേകം വർണ്ണിച്ചതാ. ഈ നദിയും ഇതെല്ലാം വർണ്ണിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ഇദ്ദേഹത്തിന് ശാപം കിട്ടിയതല്ല, ഈ കഥയുടെ താല്പര്യം ഇതല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇങ്ങനെയാണ് ഓരോന്നും. എന്തൊന്ന് പറഞ്ഞുവോ അതിന്റെ സാരം എന്താ അത് ഗ്രഹിക്കണം. പുഷ്പേഭ്യവേ ഷഡ്പദാഹ. പുഷ്പങ്ങളിൽ ചെന്നിരുന്ന് അതിന്റെ തേൻ എടുക്കണ പോലെ വണ്ടുകൾ ശാസ്ത്രത്തിന്റെ സാരം ഗ്രഹിക്കണമെന്നാണ്. അതൊക്കെയാണ് കഥയുടെ താല്പര്യം. അതുകൊണ്ടാണ് ശാപത്തെക്കുറിച്ച് പറഞ്ഞില്ല. നീ അതാ ചോദിക്കുക, എനിക്കിങ്ങനെ തെറ്റുപറ്റി, ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യണം? ഒരു ശാപം കിട്ടി, അതിൽ നിന്ന് മോചനം കിട്ടാൻ എന്ത് വേണമെന്ന് തന്നെ ചോദിക്കാം. അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞില്ല. പുരുഷസ്യേഹയൽ കാര്യം, മനുഷ്യന്റെ പരമമായിട്ടുള്ള കർത്തവ്യം ധർമാധർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്ന. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വർണ്ണിക്കുകയാണ്. വരീയാനേഷത്തെ പ്രശ്നഃ കൃതഃ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ഇത് അറിവുള്ളവർക്ക് സമ്മതമായിട്ടുള്ള ചോദ്യമാണ്. ശ്രോതവ്യാദിഷു യപരഃ. ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ വെച്ച് വിശേഷമായ ചോദ്യം. കേൾക്കേണ്ടത് പലതുണ്ട് മനുഷ്യന്. ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്തി സഹസ്രശഃ. മനുഷ്യന് കേൾക്കേണ്ടതായിട്ട് അനേക ഗ്രന്ഥങ്ങളുണ്ട്. എങ്ങനെയുള്ളവർക്ക്? വിവേകമില്ലാത്തവർക്ക്, വിഷയാസക്തന്മാർക്ക്, അവർക്ക് കേൾക്കേണ്ട ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട്. നല്ല വിവേകികൾക്ക് അത്രയൊന്നും കേൾക്കണ്ട, വളരെ കുറച്ച് കേട്ടാൽ മതി. അപശ്യതാം ആത്മതത്വം. ആത്മതത്വം അറിയാത്തവർക്ക് കേൾക്കേണ്ടതായിട്ട് അനേക ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ പലതും ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യണം? നിദ്രയാശ്രിയതേ നക്രം. രാത്രി മുഴുവൻ നിദ്രയിൽപ്പെട്ട് പോണു, അല്ലെങ്കിൽ മൃഗപ്രായരായിട്ട് ജീവിച്ചുകൊണ്ട് അങ്ങനെ കഴിയണു രാത്രി മുഴുവൻ. ദിവാച അർത്ഥേഹയ. പകൽ മുഴുവനാണെങ്കിൽ ഒരർത്ഥം സമ്പാദിക്കാൻ, ധനസമ്പാദത്തിനായിട്ട് അങ്ങനെ കളയണു. വലിയ ദീർഘമായ കാലം വളരെ ഉത്കൃഷ്ടമായ മനുഷ്യ ജീവിതം പാഴാക്കി കളയണു ആളുകളെന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും, അല്പമെങ്കിലും സമയം, കുറച്ച് സമയമെങ്കിലും ഈശ്വര വിചാരം ചെയ്യാനായിട്ട് വേണം. ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ നാമ ഉച്ചാരണത്തിന് വല്ല വിഷമമുണ്ടോ എന്ന് ചോദിക്കാം. നാമോച്ചാരണ മാഹാത്മ്യം, അത് നമ്മളെ 6-ാം സ്കന്ധത്തിൽ വിസ്തരിച്ച് കേൾക്കുന്നത്. നാമോച്ചാരണ മാഹാത്മ്യം, നാമത്തിന്റെ മഹിമ എന്താ ജപിക്കേണ്ടതെന്നൊക്കെ ചോദ്യവും നാമമഹിമയൊക്കെ ഉണ്ട്. അപ്പോഴാ ജാമ്യ ചരിത്രമൊക്കെ പറയേണ്ടി വന്ന കിം ജപ്യം ഈ ചോദ്യത്തിലുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തര ഭാഗവതം കഴിയുന്നത് വരെ കിം ജപ്യം, എന്ത് ജപിക്കണം എന്നൊരു ചോദ്യം. എന്താ നാമത്തിന് പ്രത്യേകത? നമ്മൾ എന്തിനെക്കുറിച്ച് പറയണോ ആ രൂപം ഉള്ളിൽ വരും. ഒരാന എന്ന് പറയുമ്പോഴേക്കും, ആ 2 അക്ഷരം കേൾക്കുമ്പോഴേക്കും
ഒരാനയുടെ രൂപം നമ്മുടെ ഉള്ളിൽ വരിക. ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോഴേക്കും ആ കണ്ടുണ്ടെങ്കിൽ ആ രൂപം അപ്പം ഓർമ്മ വന്നു ഉള്ളിൽ. വിഷ്ണു എന്ന് പറയുമ്പോഴേക്കും ഓർമ്മ വന്നു. എന്തൊന്നും നാമം പറയണോ നാമി ഓർമ്മ വരും. നാമി വിട്ടുകൊണ്ട് നാമം ഓർമ്മ വരില്ല. നാമം പറഞ്ഞാൽ നാമി ഓർമ്മ വരും. അപ്പൊ ഭഗവാന്റെ നാമം ജപിച്ചാലോ ഭഗവാന്റെ രൂപം ഉള്ളിൽ തെളിയുന്നർത്ഥം. വളരെ വളരെ കാലത്തെ തപസ് ചെയ്തുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിയാൽ ഏതൊരു ഭഗവാന്റെ രൂപമാണോ മനസ്സിൽ തെളിയേണ്ടത് അത് നാമം കൊണ്ട് നാമജപം കൊണ്ട് ഉള്ളിൽ തെളിയാറാവും. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കിം ജപ്യം, എന്ത് ജപിക്കണം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നാമത്തിന് ഇങ്ങനെയുള്ള വലിയ മഹിമയുണ്ടെന്നർത്ഥം. നാമം കേൾക്കുമ്പോഴേക്കും നാമി ഓർമ്മ വരും. ഒരു വൃക്ഷം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വൃക്ഷം ഉള്ളിൽ തെളിഞ്ഞു. ഇങ്ങനെ എന്തൊന്ന് കേട്ടാലും നമ്മുടെ ഉള്ളിൽ അത് തെളിഞ്ഞു വരും. നാമം കേട്ടാൽ മതി ഉടനെ. ഒരാഭരണത്തിന്റെ പേരായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, എന്ത് പേര് കേട്ടാലും ഉടനെ അത് ഓർമ്മ വരും. ഇതുപോലെ ഓരോ നാമങ്ങൾക്ക് ഗോവിന്ദ എന്ന് കേൾക്കുമ്പോഴേക്കും ഗോവിന്ദാഭിഷേകം ഓർമ്മ വരണമെന്നാണ്. വിശ്വം വിഷ്ണു, വിശ്വം എന്ന് കേൾക്കുമ്പോഴേക്കും പ്രപഞ്ചാകാരം ഭഗവാന്റെ സ്ഥൂല രൂപമാണ് ഈ പ്രപഞ്ചം എന്ന് ഓർമ്മ വരണം. ഓർമ്മ വരും അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതിനു വേണ്ടിയിട്ടല്ലാണ്ട് വെറുതെ അല്ല നാമജപവും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. പരീക്ഷത്തിന്റെ ചോദ്യം കിം ജപ്യം എന്ന് വെച്ചു. അതുകൊണ്ട് മനുഷ്യനെ അറിവില്ലാത്തവർക്ക് കേൾക്കേണ്ടതായിട്ടും കാണേണ്ടതായിട്ടും ഒക്കെ പലതുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം വെറുതെ കളയും. ദേഹ ആപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസൽസ്വപി. നമ്മൾ എന്തെല്ലാം അനുഭവിച്ചിപ്പോ സത്യമായിട്ട് ചിന്തിക്കുന്നുണ്ടോ? വിചാരം ചെയ്താൽ അതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുന്നതാണ്, സ്വപ്ന തുല്യങ്ങളാണ് എന്ന് മനുഷ്യന് ബോധ്യം വരും. ആണ് അസൽസ്വപി, വാസ്തവത്തിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നതാണ് ആൾക്ക് ഓർമ്മ വരും. തേഷാം പ്രമത്തോ നിധനം പശ്യന്നപി ന പശ്യതി. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലാതാവുന്നതാണ്. ഇത് കണ്ടിട്ടും ആളുകൾ പിന്നെയും കാണില്ല. പശ്യന്നപി ന പശ്യതി, കണ്ടിട്ടും കാണില്ല എന്നാണ്. യക്ഷപ്രശ്നമുണ്ട് മഹാഭാരതത്തില്. കിം ആശ്ചര്യം അതാപരം എന്ന് ചോദ്യമുണ്ട്. അഹന്യഹനി ഭൂതാനി ഗച്ഛന്തി യമ സാധനം. ചുറ്റുമുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെ പലരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ടും ആളുകൾക്ക് പിന്നെ തനിക്കിതൊന്നും ബാധകമല്ല എന്നൊരു തോന്നല്. കിം ആശ്ചര്യം ഇതാപരം, ഇതിനേക്കാൾ പരമായ ആശ്ചര്യം ലോകത്തിൽ എന്തുണ്ടെന്നാണ്. അതാണ് പശ്യന്നപി ന പശ്യതി. കണ്ടിട്ടും കാണാത്ത ആൾക്കാർ അവർക്ക് പലതുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്തുണ്ട്? വിവേകമില്ലാത്തവർക്ക് കേൾക്കേണ്ടതായിട്ടും കാണേണ്ടതായിട്ടും ചെയ്യേണ്ടതായിട്ടും പലതുണ്ട്. വിവേകികൾക്ക് അതൊന്നുമില്ല. പരീക്ഷത്തെ ഇതാ ശ്രദ്ധിച്ചോളൂ. ചോദ്യത്തിന് മുഴുവൻ ഉത്തരം ഒറ്റ ശ്ലോകത്തിൽ ആദ്യം പറയും, പിന്നെ വിവരിക്കാം. തസ്മാത് ഭാരത, ഭരതകുലത്തെ ജനിച്ച അല്ലയോ രാജാവേ, തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരിഃ ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച ഇച്ഛത അഭയം. ഭയം നീങ്ങണമെങ്കിൽ, എല്ലാവർക്കും ഭയമുണ്ട് പലതരത്തിലും, അത് നീങ്ങണമെങ്കിൽ ആ ഭഗവാന്റെ എന്ത് വേണം? ഹരിഹി സർവത്ര സർവദാ ശ്രോതവ്യഃ. സജ്ജനങ്ങളുടെ മുഖത്തുനിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ വേണ്ട, ഹരിയെക്കുറിച്ച് കേൾക്കാൻ വേണ്ട. ഹരിക്കുന്നവൻ ഹരി, ഭക്തന്മാരുടെ ദുഃഖം ഭയം എല്ലാം ഹരിക്കുന്നവൻ. അതുകൊണ്ടാണ് ഭഗവാന് ഹരി എന്ന് പേര്. ഹരിഹി സർവത്ര സർവദാ, എല്ലായിടത്തും എപ്പോഴും. ശ്രോതവ്യഃ, കേൾക്കേണ്ടത്. ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച, എന്തൊക്കെയാ പറയേണ്ടത്? ഭഗവാന്റെ അപാരം മഹിമ. അത് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ സന്തോഷിപ്പിക്കാം, അവരുടെ ദുഃഖം തീർക്കാം. കേട്ട് പഠിക്കാൻ പറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. ഇതാണ് കീർത്തിതവ്യശ്ച സ്മർത്തവ്യഃ, സ്മരിക്കേണ്ടത് ആ ഭഗവാന്റെ സുന്ദര രൂപം. ഭഗവാൻ തന്നെ അത് പറയും, അത് നമ്മൾ കാണും. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്രവിലസന്നകചക്രവാളജ്യോത്സ്നാഭി ആഹതമഹൃദയാന്ധകാരം.
യച്ഛൗച നിസ്തൃതരിൽ പ്രവരോദകേന തീർത്ഥേന മൂർധന്യധികൃതേന ശിവശിവോ ഭൂത എന്നൊക്കെ ഭഗവാൻ തന്നെ പറയും സ്മരിക്കേണ്ടത്. അപ്പൊ സ്മർത്തവ്യ, സ്മരിക്കേണ്ടതും ഭഗവാനെ തന്നെയാണ്. സ്മർത്തവ്യശ്ച ഇച്ഛത അഭയം, എല്ലാ ഭയവും വിഷമം നീങ്ങണമെങ്കിൽ ആ സർവാത്മനാ ഭഗവാനെ. അപ്പൊ ഭഗവാനെ കണ്ട ആളാവുക, കാരണം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ഭഗവാനെ കണ്ട ആളാ. അതുകൊണ്ട് വേഗം കാര്യങ്ങൾ മനസ്സിലായി. സ്മരിക്കേണ്ടത് ആ ഭഗവാന്റെ തന്നെ രൂപമാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേഗം കാര്യം മനസ്സിലായി. ഇതാണട്ടോ വേണ്ടത്. ഏതാവാൻ സാഖ്യ യോഗാഭ്യാം, സാഖ്യം കൊണ്ട് ജ്ഞാനമാർഗം കൊണ്ടും ജ്ഞാനമാർഗത്തിലും യോഗത്തിലൊക്കെ പറയണത് ഈ കാര്യം തന്നെയാണ്. അവർ പറയണ അവതരിപ്പിക്കുന്ന രീതി മാറുന്നു മാത്രമല്ലോ, ഈ ഒരു തത്വം തന്നെയാണ് പറയണത്. ഏതാണ്ടും അങ്ങക്ക് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെയത്? ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം, വേദതുല്യമായ ബ്രഹ്മസംഹിതം, വേദതുല്യമായിട്ടുള്ള ഭാഗവതം കേൾപ്പിക്കാം. അത് അച്ഛൻ എന്നെ പഠിപ്പിച്ചേക്കണതാ. ശുഖബ്രഹ്മർഷി പറയാ, 7 ദിവസം കൊണ്ട് പാടാൻ പാകത്തിനാ. അങ്ങക്ക് 7 ദിവസം അല്ലെ ആയുസെന്ന് പറഞ്ഞത്, വിഷമിക്കണ്ട. സർവശാസ്ത്രസാരമായ ഭാഗവതം 7 ദിവസം കൊണ്ട് ഞാൻ പാടി കേൾപ്പിക്കാം. അധീതവാൻ ദ്വാപരാദവും പിതുഹു ദ്വൈപായനാദഹം, അച്ഛനായിട്ടുള്ള വ്യാസ ഭഗവാന്റെ ദ്വൈപായനന്റെ മുഖത്തുനിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞുതരാൻ കഴിയും. ഗൃഹീതചേത രാജർഷേ ആഖ്യാനം യദധീതവാൻ, എനിക്കതിങ്ങനെ കേട്ടപ്പോൾ അത് പഠിക്കണം തോന്നി. അച്ഛനൊക്കെ പറഞ്ഞു എനിക്ക് പഠിപ്പിച്ചു തരണം. അത്ര മനോഹരമാണ്. അപ്പൊ ശുഖബ്രഹ്മർഷിക്ക് പോലും, വിഷയാസക്തി തീരെയില്ലാത്ത ആൾക്ക് പോലും വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാ ഭാഗവതം. നിവൃത്തതൈർഷൈഹി ഉപഗീയമാനാ എന്ന് ദശമസ്കന്ധം. മറ്റൊന്നിലും താല്പര്യമില്ലാത്ത ഋഷിമാർ പോലും പാടിക്കൊണ്ട് നടക്കണതാ ഭാഗവതം എന്നാ. അതാ ഭാഗവതത്തിന്റെ ഒരു അപാരം മഹിമ. തദഹം തേ അഭിധാസ്യാമി, ആ ഭാഗവതം അങ്ങനെ 7 ദിവസം കൊണ്ട് പറഞ്ഞുതരാം. 7 ദിവസം ആയുസ്, അത് വിഷമിക്കൊന്നും വേണ്ട. വിവേകമില്ലാത്തവർക്ക് എത്ര മാസം, 7 മാസം 7 വർഷം ഉണ്ടായിട്ടും പ്രയോജനമില്ല. 70 വർഷം ഉണ്ടായിട്ടും പ്രയോജനമില്ല. 70 വർഷം ജീവിച്ചിരുന്ന ആളോട് എത്ര പ്രാവശ്യം ഭാഗവതം കേട്ടിട്ടുണ്ട്, എത്ര നാമം ജപിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു നാമം പോലും ജപിക്കാത്ത ആൾ എത്രയോ ഉണ്ടാവും. ഒരു നാമം പോലും ജപിക്കാത്ത ആൾ, അങ്ങനെ എത്ര ആളുണ്ടാവും. അങ്ങ് വിഷമിക്കണ്ട. 7 ദിവസമേ ആയുസുള്ളൂന്നല്ലേ. വിവേകികൾക്ക് അല്പസമയം കൊണ്ട് വലിയ കാര്യം ചെയ്യാൻ പറ്റും. കേട്ടിട്ടില്ലേ അങ്ങ് ഖട്വാങ്കന്റെ ചരിത്രം? ഖട്വാങ്കോ നാമ രാജർഷിഹി ജ്ഞാത്വേയത്താമിഹ ആയുഷാഹ, ആയുസ്സിന് ഇത്ര ദൈർഘ്യമുള്ളൂ, വെറും 2 നാഴിക നേരം എന്ന് ദേവന്മാരുടെ മുഖത്തുനിന്ന് അറിയാൻ കഴിഞ്ഞു ഖട്വാങ്കൻ. പക്ഷെ ആ നിമിഷം പിന്നെ ഒരു നിമിഷം പാഴാക്കിയില്ല. ഗുരുവിന്റെ മുഖത്തുനിന്ന് കിട്ടിയ ഉപദേശം വെച്ച് ആ ഭഗവാന്റെ സുന്ദര രൂപം ധ്യാനിച്ചുകൊണ്ട് അവനിരുന്നു. കർമ്മം എടുക്കുമ്പോൾ ശരീരം വിട്ടു പോകുമ്പോൾ പോവുകയും ചെയ്തു. അപ്പൊ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം അപേക്ഷിക്കാൻ കഴിഞ്ഞു. എത്ര നേരം? വെറും 2 നാഴിക നേരം കൊണ്ട് കാര്യം നേടി. ആ ഖട്വാങ്കനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരീക്ഷിത്തെ അങ്ങയുടെ മുമ്പിൽ 7 ദിവസങ്ങളാ. എത്ര വലിയ ദീർഘായുസ്സെന്ന് വേണ്ടേ അങ്ങേ പറയാനായിട്ട് എന്നങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിച്ചപ്പോഴേക്കും വലിയ സന്തോഷമായി. ഇങ്ങനെയാണ് മഹാത്മാക്കൾക്ക് വലിയൊരു ശക്തിയുണ്ട്. നമ്മൾ എന്തെല്ലാം വിഷമങ്ങൾ വന്ന് അവരെടുക്ക ചെന്നാലും അവരുടെ 1-2 വാക്കുകൾ അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ വിഷമവും തീർന്നു. ഇതാണ് മഹാത്മാക്കളുടെ വാക്കിന്റെ ഒരു വൈശിഷ്ട്യം. ഇത്രയും പറഞ്ഞപ്പോൾ ആർക്കാ സന്തോഷമാവാതിരിക്കാം? 2 നാഴിക നേരം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു ഖട്വാങ്കൻ. അങ്ങക്ക് 7 ദിവസമില്ലേ അങ്ങയുടെ മുമ്പില്? മനുഷ്യന്മം കിട്ടിയാൽ എന്തെല്ലാം കേൾക്കേണ്ടതുണ്ടോ അതൊക്കെ ഞാൻ അങ്ങക്ക് പറഞ്ഞുതരാം. അതൊക്കെ ഈ ഭാഗവതത്തിലുണ്ട്. 7 ദിവസം കൊണ്ട് പാടി കേട്ടക്കാണല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു. വലിയ സന്തോഷമായി. മുഹൂർത്തവാപ്യേതരിഹി കവിരവ്യ സപ്താഹം ജീവിതാവധി ഉപകൽപ്പയതൽ സർവം താവദ്യൽ സാമ്പരായികം അന്തകാലേത് പുരുഷ ആഗത്തെ ഗതസാധ്വസ. എന്ത് വേണം മനുഷ്യൻ? അവസാന സമയമാകുമ്പോഴേക്കും
ഭയമില്ലാതിരിക്കാൻ വിഷയങ്ങളിൽ ആസക്തി കളഞ്ഞ് ഭഗവാനിൽ നല്ലോണം മനസ്സ് ഉറപ്പിക്കണം. ഗൃഹാൽ പ്രവ്രജിത, മറ്റ് ചിന്തകൾ, ഗൃഹകാര്യങ്ങൾ, മറ്റ് പലതുണ്ട്, അതെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളു. ഇതാണ് മനുഷ്യന്റെ പരമായിട്ടുള്ള കർത്തവ്യം. ഭഗവാന്റെ രൂപം മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളു. അപ്പൊ ചോദിച്ചു, അതെങ്ങനെയാ ഭഗവാനെ ധ്യാനിക്കുന്നത്? മനസ്സ് അത് യോഗീശ്വരന്മാർക്കൊക്കെ അല്ലേ പറ്റുള്ളൂ. വളരെ കാലത്തെ പരിശ്രമം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ധ്യാനിക്കാൻ. മനസ്സിന് വിക്ഷേപം വരും, അതിൽ ഉറച്ചു നിൽക്കില്ല, വീണ്ടും വീണ്ടും അത് ഓരോ കിളിക്ക് പോയിക്കൊണ്ടിരിക്കും. വിതമിക്കിൽ പിടിവിട്ടു ചാടിടും, ആ ഗണപതി സ്തോത്രത്തിലുണ്ട്. അതിനെ എത്ര നിയന്ത്രിക്കാൻ നോക്കിയാലും പിടിവിട്ട് ചാടും. ഇതാ മനസ്സിന്റെ ചഞ്ചലം ഹി മനഃകൃഷ്ണ. അർജുനൻ പറയണ്ട്, വളരെ വിഷമമാണ് മനസ്സിനെ നിയന്ത്രിക്കാന്ന്. പക്ഷെ വിഷമിക്കൊന്നും വേണ്ട, അഭ്യാസേന പരിശ്രമം ഉണ്ടെങ്കിൽ പറ്റുന്ന. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ധ്യാനിക്കാനൊക്കെ വിഷമല്ലേ, മനസ്സ് വല്ല കഴിക്കാൻ പോയില്ലേ, വലിയ യോഗീശ്വരന്മാർക്ക് പോലും വലിയ വിഷമമായിട്ടുള്ളതാണല്ലോ, എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു. ആ പറഞ്ഞു, വിഷമിക്കണ്ട, സൂക്ഷ്മരൂപം ധ്യാനിക്കാനല്ലേ വിഷമം. സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധിയാൻ. ആദ്യം സ്ഥൂല ഉപാസന, സ്ഥൂല രൂപം. അങ്ങനെ കർമ്മത്തില് സൂക്ഷ്മത്തിലെത്തിച്ചേർന്നോളും. വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാൻ പറ്റില്ല, പോകേണ്ട ആവശ്യവുമില്ല. ആദ്യം സ്ഥൂല രൂപം, കുറെ കഴിയുമ്പോൾ അങ്ങനെ സൂക്ഷ്മരൂപം ഉള്ളിൽ തയ്യാറാവും. എന്തൊന്ന് കണ്ടാലും രണ്ട് രൂപമുണ്ട്. എന്തൊന്ന് കണ്ടാലും അതിന് രണ്ട് രൂപം. നമ്മളൊരു മൺപാത്രം, ഒരു മൺകുടം കണ്ടാൽ പുറമേ ഇരിക്കുന്നത് അതിൻ്റെ സ്ഥൂല രൂപം. അതെടുത്ത് മാറ്റിയാലും നമ്മുടെ ഉള്ളിൽ അതിൻ്റെ രൂപമുണ്ട്, അത് സൂക്ഷ്മം. ഇങ്ങനെ രണ്ട് രൂപം എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ആദ്യം സ്ഥൂലത്തിൽ വെച്ചാലും കുറെ കഴിയുമ്പോൾ സ്ഥൂലം ഇല്ലാതാവും, സൂക്ഷ്മം അവശേഷിക്കും. സ്ഥൂലം നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കില്ല, സൂക്ഷ്മം മനസ്സിലിരിക്കും. ഇതാ എൻ്റെ പ്രത്യേകത. മനസ്സന്ധാരയ ധിയാം ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ. പെട്ടെന്നങ്ങനെ ധ്യാനിക്കാൻ പറ്റില്ല, മനസ്സിന് ചഞ്ചലമാണെന്ന് പറഞ്ഞല്ലോ. അതിനെന്താ വഴി? എങ്ങനെയാ മനസ്സ് ചലിക്കണത്? പ്രാണൻ ചലിച്ചിട്ട് ആ പ്രാണനാണ് ചലിപ്പിക്കണേ. അതിനാണ് ഈ പ്രാണായാമം ചെയ്യണേ. പ്രാണനെ പിടിച്ചു നിർത്തിയാൽ മനസ്സ് പിന്നെ എങ്ങും പോകാതോ, നമ്മൾ പറഞ്ഞ ദിക്കിൽ അത് നിൽക്കും. അതിന് വളരെയധികം അഭ്യാസമൊന്നും നോക്കണമെന്നില്ല. വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസത്തെ ഒന്ന് പിടിച്ചു നിർത്താം, ശ്വാസോച്ഛ്വാസം ചെയ്യാതിരിക്കാം. മനസ്സുകൊണ്ട് പിന്നെ പലതും ചിന്തിക്കാൻ പറ്റില്ല, അത് ചലിപ്പില്ല. പിന്നെ അത്രയ്ക്ക് പെട്ടെന്ന് അറിയാം അതിൻ്റെ ഫലം. അപ്പൊ പിന്നെ വേണ്ട പോലെ ആ പൂരക കുംഭക രേചകങ്ങളെ കൊണ്ട് ഇത്ര മാത്രം ഉണ്ടെന്ന് കണക്കുണ്ട്. ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നു, അത് പൂരകം, ഉള്ളില് നിർത്തുന്നു, അതിന് കുംഭകം. പിന്നെ അതിനൊരു കണക്ക് വെച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയല്ല, ഓരോ രീതിയിലാവും പറ്റുക, രേചകം. ഇങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ പ്രാണായാമം കഴിയുമ്പോഴേക്കും കുറച്ച് ഏതാനും ദിവസങ്ങളുടെ അഭ്യാസം കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാറാക്കും. ആദ്യം പ്രാണായാമം, പിന്നെ അത് കൂടാതെ തന്നെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ വരും. ഇതാണ് ധ്യാനം. അപ്പൊ വെറുതെ അങ്ങോട്ട് ധ്യാനിച്ചിറങ്ങാൻ പറ്റില്ല. ആദ്യം സൂക്ഷ്മവും പറ്റില്ല, സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധിയാ ജിതാസനോ ജിതശ്വാസ. ഓടി നടന്നുകൊണ്ട് ധ്യാനിക്കാൻ പറ്റില്ല ആർക്കും. ഒരു ദിക്കില് ആസീന സംഭവാത് അചലത്വഞ്ചാപേക്ഷ്യ എന്നൊക്കെ വേദാന്ത സൂത്രത്തിൽ പറയുന്നുണ്ട്. ആസീന സംഭവാൻ വേദാന്ത ചർച്ചയിലുണ്ടത്. എങ്ങനെ വേണം ധ്യാനിക്കാൻ? കിടന്ന് ധ്യാനിച്ചാൽ മതിയോ? ഇരുന്ന് വേണോ? നടന്നു വേണോ? ഓടി വേണോ? ഇരുന്നുകൊണ്ടേ പറ്റുള്ളൂ ശരിക്കും ധ്യാനിക്കാൻ. അതിനാദ്യം ശരീരം അനങ്ങാതിരിക്കണം. ശരീരം അനങ്ങി കഴിയുമ്പോൾ മനസ്സനങ്ങും. അപ്പൊ അതിനാണ് ആസനങ്ങൾ ശീലിക്കുക എന്ന് പറഞ്ഞു. അനങ്ങാതെ കുറച്ചു നേരം ഒരു ദിക്കിൽ ഇരിക്കാറാക്കുക ആദ്യം. എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് അതൊക്കെ. അതിന് ആസനം എന്ന് പറയും. ഒരു പ്രത്യേക രീതി ഇരിപ്പെന്നർത്ഥം. അങ്ങനെ ജിതാസനഃ, ആദ്യം ഇരിക്കാൻ ശീലിക്കാം. ജിതശ്വാസ, പിന്നെ പ്രാണായാമാദികൾ ശീലിക്കാം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധിയാം.
എന്നിട്ട് ഭഗവാന്റെ ഈ സ്ഥൂല രൂപത്തിൽ മനസ്സ് വെച്ചോളൂ. കണ്ണു തുറന്നാൽ ഈ കാണുന്ന ഈ പ്രപഞ്ചമില്ലേ, അത് ഭഗവാന്റെ സ്ഥൂല രൂപം. അതിലും ഒരു ചൈതന്യമുണ്ട്. നമ്മുടെ ഈ ശരീരം കാണുമ്പോൾ ഈ ശരീരം വെറുതെ ഇരിക്കില്ല, വെറുതെ നിലനിൽക്കില്ല. അതിൻ്റെ ഉള്ളിലൊരു ചൈതന്യം ഉണ്ടാവണം, ജീവചൈതന്യം. ജീവചൈതന്യമില്ലാതെ ഈ ശരീരം നിലനിൽക്കില്ല. ഈ പിണ്ടാണ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കണോ, ഈ ഭൂഗോളം എങ്ങനെ നിലനിൽക്കണോ, അതിലും ഈ ചൈതന്യമുണ്ട്. അപ്പൊ എല്ലാ ദിക്കിലും വ്യാപിച്ച് ആ ചൈതന്യം, അതാണ് സൂക്ഷ്മം. അതുള്ളിൽ തെളിയാറാവും. ഈ സ്ഥൂലം വെച്ചോളൂ എന്നാണ്. ശാരീര വിചാരമുണ്ട്, ശാരീരക മീമാംസ എന്ന് പറയും. ശരീരത്തിലുള്ള ജീവചൈതന്യത്തെ ചിന്തിച്ച് ചിന്തിച്ച് ആ തത്വം ഉള്ളിൽ ഗ്രഹിക്കാറാവും. ഇതുപോലെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിലാവും. കുറെ കഴിയുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം അതും ഒന്നാന്നുള്ള ബോധം വരും. ആ രണ്ടെന്നുള്ള അദ്വൈത ഭാവമേ പോവും മനുഷ്യന്. ഇത് പറയാ ശിവബ്രഹ്മർഷി, ഇതൊന്നും വിഷമമുള്ളതല്ല കേട്ടോ. വേണമെന്ന് വിചാരിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കണം മാത്രമേ ഉള്ളൂ. ഏതാനും ദിവസങ്ങളെ കൊണ്ട് തന്നെ മനുഷ്യൻ ഇതൊക്കെ ചെയ്യാറാവും. അതല്ലെങ്കിൽ ശ്രദ്ധയില്ലെങ്കിലോ വേണമെന്നില്ലെങ്കിലോ എത്ര കാലം കഴിഞ്ഞാലും ആവുകയില്ല. വേണമെന്ന് വിചാരിച്ചാൽ ഏതാനും ദിവസങ്ങളെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ മനുഷ്യന് യഥാശക്തി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ മുഴുവൻ സമയം വേണോ? വേണ്ട. എത്രയോ സമയം വെറുതെ കളയണോ, അതിൽ നിന്ന് ഒരല്പസമയം എടുത്താൽ മതി. എന്നാൽ പോലും മനുഷ്യന് ഉയരാനായിട്ട് പറ്റും. എല്ലാ മനസ്സിന്റെ വിഷമങ്ങളും പോകും. താപത്രയ ഉന്മൂലനം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിന്റെ മുഴുവൻ ഉപദേശം എന്താ? താപത്രയ ഉന്മൂലനം. ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികങ്ങളാകുന്ന ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ അത് മാത്രം ആദ്യന്തം പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെ വിശേഷസ്തസ്യ ദേഹോയം സ്ഥവിഷ്ഠസ്ഥീയസാം, വലുതിൽ വെച്ച് ഏറ്റവും വലുതായിട്ടുള്ള ഈ പ്രപഞ്ചം അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ആണ്ടകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ, പൃഥിവി, അപ്പ, തേജസ്, വായു, ആകാശം, ഇങ്ങനെയുള്ളതും മഹത്തത്വം, അഹങ്കാരതത്വം, ഇങ്ങനെയൊക്കെ ആവരണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഈ ഭഗവാന്റെ രൂപം, പ്രപഞ്ചം. ഇതിനൊക്കെ ഭേദിച്ചാലാണ് ആ തത്വം അറിയാൻ പറ്റുക എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു എങ്ങനെയാ ധ്യാനിക്കേണ്ടത്. പാതാളമേതസ്യ പാദമൂലം. 14 ലോകമായിട്ട് പറയലോ. ഏറ്റവും താഴെ പാതാളം, ഏറ്റവും ഉയരത്തിലെ സത്യലോകം. ഈ പാതാളം മുതൽ സത്യലോകം വരെ നിൽക്കുന്ന ആ ബ്രഹ്മാണ്ടം മുഴുവൻ ഭഗവാന്റെ സ്ഥൂലരൂപം. പാതാളം പാദതലമാണെങ്കിൽ ശിരസ്സാണ് സത്യലോകം. അങ്ങനെ ഓരോന്നും ധ്യാനിച്ചോളൂ. അങ്ങനെ പൊതുവെ ധ്യാനിച്ചു കഴിഞ്ഞ് സൂര്യചന്ദ്രന്മാരെ കാണുമ്പോൾ ഭഗവാന്റെ കണ്ണുകളായിട്ട് ധ്യാനിക്കാം. മേഘങ്ങൾ കാണുമ്പോൾ കേശമായിട്ട്, കേശപാശമായിട്ട് ധ്യാനിക്കാം. വലിയ വലിയ പർവ്വതങ്ങൾ കാണുമ്പോൾ, പാറക്കെട്ടുകൾ കാണുമ്പോൾ ഭഗവാന്റെ സ്ഥൂല രൂപത്തിലെ അസ്ഥികുലാനി ശൈലാഹ, അതൊക്കെ ആ അസ്ഥികളായിട്ട് കണക്കൂട്ടിക്കോളൂ. ഒഴുകുന്ന നദികൾ കാണുമ്പോൾ നാട്യ സരിൽ സമുദയാഹ തരവശ്ചരോമ എന്നൊക്കെ നാരായണീയത്തിലും ഇതേ ഭാഗം തന്നെ എടുത്ത് വളരെ മനോഹരമായി വളരെ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട്, ഇവിടെ കൂടുതൽ ശ്ലോകം കൊണ്ട് പറയണത് അവിടെ ചുരുക്കിയെന്ന് മാത്രം. എല്ലാം അതേ തന്നെ സുന്ദരമായിട്ട്. ഉരസ്ഥലം ജ്യോതിരനീകമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യാം. ഇങ്ങനെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ദ്യൗരക്ഷിണി ചക്ഷുരഭുത് പതംഗഹം പക്ഷ്മാണി വിഷ്ണോരഹനി ഉഭയച. കണ്ണടക്കലും തുറക്കലാണ് രാത്രി പകലുകൾ. അപ്പൊ എവിടെ ഇരുന്നും എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ ഒരു വിഷമമില്ല. അതിനുവേണ്ടി കണ്ണ് തന്നുണ്ട് ഭഗവാൻ ഇതൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ എളുപ്പത്തിൽ ധ്യാനിച്ചറിഞ്ഞാലോ ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും പുറമേ അല്ല ഭഗവാന്റെ രൂപം, ഈ സ്ഥൂലമെല്ലാം അങ്ങോട്ട് പോകും. ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാതാവും. പുറമേക്ക് കണ്ണ് പോണില്ല, കാതും പുറമേ എന്നുള്ള ശബ്ദമൊന്നും ഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയൊന്നുമില്ല. എല്ലാം ഉള്ളില് സർവമയമായിട്ട് ഈ സ്ഥൂലമെല്ലാം പോയി സൂക്ഷ്മമായിട്ട് തീരും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ പരീക്ഷിച്ച വിഷമമില്ല. ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപമായിട്ട് ധ്യാനിച്ചോളൂ.
ഒരു മഞ്ഞപ്പൂ കണ്ടാൽ ഭഗവാന്റെ ആ മഞ്ഞപ്പട്ട ഓർമ്മ വരും. അതിനാണ് പീതാംബരം എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ്. എല്ലാം ഭഗവാൻ ധരിക്കുന്നത് അതിനാണ്. പൂക്കൾ കാണുമ്പോൾ ഓർമ്മ വരണം, വനമാല ധരിച്ചേക്കണത് അതാ. എല്ലാം ഭഗവാനിലുണ്ട്. എന്തെല്ലാം ഉണ്ടോ ഭഗവാന്റെ ശരീരത്തിൽ അത് കാണും. അതെന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഓർമ്മ വരണം, എന്നെ കാണുമ്പോൾ അതാ. എല്ലാം എന്നിലുണ്ട്, എല്ലാം ഞാനാണെന്ന് ബോധം വരണം. ഇതിനാ ഭഗവാന്റെ. ഇതെല്ലാം പറഞ്ഞു ഓരോന്നായിട്ട് ധ്യാനിച്ചോളാൻ. എന്നാൽ ഇങ്ങനെ ധ്യാനിച്ച് കുറെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യോഗീശ്വരന്മാരെ ആ തൻ്റെ ശരീരം കുറെ കഴിയുമ്പോൾ അപേക്ഷിക്കും. ആവശ്യമില്ലെങ്കിൽ അവർ ആവശ്യം കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ എന്തെടുത്താലും ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപേക്ഷിക്കണം. അതുപോലെ ഋഷീശ്വരന്മാര് ശരീരം അപേക്ഷിക്കും കുറെ കഴിയുമ്പോൾ. ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ആവശ്യം കഴിഞ്ഞാൽ അപേക്ഷിക്കുക. ഒരാവശ്യത്തിന് തന്നേക്കുന്നതാണ് ഈ ശരീരം, അത് അവർ അപേക്ഷിക്കും. അത് രണ്ട് തരത്തിലാണ്. ആണ് സദ്യോമുക്തി, ക്രമമുക്തി എന്ന് രണ്ട് തരത്തിൽ അവർ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമ്പ്രദായം. അവർ നല്ല എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുക അതുപോലെ സുഖാസനത്തിൽ ആദ്യം ഇരുന്ന് പ്രാണായാമമൊക്കെ ചെയ്ത് നിത്യകർമ്മങ്ങളിൽ പെടുന്നത്. കുറച്ചു നേരം ധ്യാനിക്കാൻ അവർ തയ്യാറാവലാണ് പ്രാണായാമാദികൾ. അത് ചെയ്ത് മനസ്സിനെയൊക്കെ അടക്കി വിഷയങ്ങളിലൊക്കെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് ആ ബുദ്ധിയിലെ ജീവന്റെ അങ്ങനെ ക്രമത്തിൽ ഓരോന്നിനെ ചിന്തിച്ച് അവിടെ മാത്രമായിട്ട് നിർത്തും മനസ്സ്. അങ്ങനെ ജീവതത്വത്തിൽ വെച്ച് ജീവനെ ഈശ്വര തത്വത്തിൽ വയ്ക്കും. അങ്ങനെ ക്രമത്തിൽ കുറെ കഴിഞ്ഞ് അവർ ബ്രഹ്മരന്ധത്തിൽ കൂടെ ശിരസിൽ കൂടെ അവരാ പ്രാണനെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉപേക്ഷിക്കുന്നതിന് സദ്യോമുക്തി എന്ന് പറയും. പെട്ടെന്ന് ചെയ്യാൻ പറ്റും അവർക്ക്. കുറേ ദിവസത്തെ അഭ്യാസം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ചിലരങ്ങനെയല്ല, ഓരോ ലോകത്ത് പോയി ഓരോന്ന് അനുഭവിക്കണം എന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടാവും. അവരെന്ത് ചെയ്യും? ഓരോ ലോകത്ത് ചെല്ലും, അവിടെയുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കും. കുറെ കഴിയുമ്പോൾ എല്ലാത്തിനും നാശമുണ്ട്. ക്രമത്തിൽ ഓരോന്നും ഇല്ലാതായി വരും സൃഷ്ടിക്രമത്തിൽ തന്നെ. അങ്ങനെ അവസാനം ഒരു ലോകത്ത് അതിന് നാശം തുടങ്ങുമ്പോൾ അവർ അടുത്ത ലോകത്തേക്ക് പോകും. ഇങ്ങനെ അവസാനം സത്യലോകത്ത് എത്തിച്ചേരും. സത്യലോകത്ത് ബ്രഹ്മലോകത്തെത്തി അവിടെ സുഖമായിട്ടിരിക്കും. രണ്ട് പരാർത്ഥം കഴിയുമ്പോഴോ ആ സ്ഥാനത്തിനും നാശമുണ്ട്. ആ ബ്രഹ്മദേവൻ പോലും എല്ലാം കൂടിക്കൊണ്ട് ഭഗവാനിൽ ചെന്ന് ലയിക്കും. അപ്പൊ ഇവരും ക്രമത്തില് ബ്രഹ്മാവിനോട് കൂടി ഭഗവാനിൽ ചാതി നാരായണമൂർത്തിയിൽ എവിടുന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ ചെന്നെത്തും. ഇതിന് ക്രമമുക്തി എന്ന് പറയും. ഓരോ ലോകത്ത് ചെന്ന് ഇന്ദ്രാദികളുടെയും മറ്റ് ദേവന്മാരുടെയൊക്കെ ലോകത്ത് ചെന്ന് ഓരോന്ന് അനുഭവിക്കാം. എല്ലാം അവർ അനുഭവിക്കും. അത് അവസാനം ബ്രഹ്മാവിനോട് കൂടി ഭഗവാനിൽ നിലയിക്കും. അതിന് ക്രമമുക്തി എന്നാ പറയാം. എന്നൊക്കെയായിട്ട് ഇതൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രമുണ്ട്. 4 അധ്യായങ്ങളിലായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതിലത്തെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ സർവശാസ്ത്ര സാരമാണെന്ന് പറയും. അതിൽ സമാധി, സാധന, വിഭൂതി, കൈവല്യം ഇങ്ങനെ 4 പാദങ്ങളിലായി 196 സൂത്രങ്ങളില് പതഞ്ജലി മഹർഷിയുടെ വളരെ പ്രസിദ്ധമായ യോഗശാസ്ത്രം, പാതഞ്ജല യോഗശാസ്ത്രം, അതിൻ്റെ സാര വിദ്യാപതാം ഭാഗവതേ പരീക്ഷ. എല്ലാം എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ മറ്റ് ശാസ്ത്രങ്ങളോ മറ്റൊന്നും അന്വേഷിച്ചു പോകണ്ട, ഭാഗവതം മതി എന്ന് പറയും. എന്താ കാരണം? അതൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് സാഖ്യശാസ്ത്രം അറിയണോ? അതും ഇതിൽ കുറച്ച് ലളിതമാക്കിയിട്ട് ഭഗവാൻ തന്നെ കപിലമൂർത്തിയായിട്ട് അമ്മയ്ക്ക് ഉപദേശിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് നടത്തും. ഈ ഭാഗവത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതാ പതഞ്ജലി മഹർഷിയുടെ വേണോ ഗഹനമായിട്ടുള്ള യോഗശാസ്ത്രം എന്നാൽ അതും നിങ്ങൾക്ക് ഇതിലുണ്ടെന്നാ. അതൊക്കെ പഠിച്ച് എല്ലാത്തിൻ്റെ സാര അതാണ് ഭാഗവതേ പരീക്ഷ. വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. നല്ല വിദ്യാവാന്മാരോ വലിയ പണ്ഡിതന്മാരാന്ന് പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരെ പരീക്ഷിക്കാൻ ഭാഗവതത്തിലെ ഒരു ശ്ലോകം കൊടുത്താൽ മതി, ഒന്ന് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ മതി. അവരെ പരീക്ഷിക്കാനുള്ള ഒരു ഉരകല്ല് എന്ന് പറയും. നികഷം വദന്തി, നികഷമാണ് ഭാഗവതം. അത്രയുള്ള. അപ്പൊ അതൊക്കെ ഇതിലുണ്ടെന്നർത്ഥം. ഇങ്ങനെ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ ക്രമത്തില് എല്ലാ പ്രാണനെയൊക്കെ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രഹ്മരന്ധത്തിൽ കൂടെ ശരീരോപേക്ഷിക്കുന്ന കഥകൾ, അതൊക്കെ അവിടെ വളരെ സൂത്രങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം മുഴുവൻ ഇവിടെ വളരെ ചുരുക്കിക്കൊണ്ട് ഏതായാലും 2 അധ്യായങ്ങളിലായിട്ട് സത്യമുക്തി, ക്രമമുക്തിയൊക്കെ
ആദ്യം ഒന്ന് സ്ഥൂല രൂപം ധ്യാനിക്കേണ്ടത് പറഞ്ഞ് അങ്ങനെ രണ്ടായിട്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇതിനൊന്നും കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഇത് പറ്റിയെന്ന് വരില്ല, ഓരോ പൂർവ്വവാസന അനുസരിച്ചിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് നാനാദേവതകളുടെ അവിടെ ഉപാസന പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം. ഈ സത്യമുക്തി ക്രമമുക്തി നേടാൻ ആൾക്ക് പറ്റുമോ? പറ്റില്ല. എല്ലാവർക്കും കുറേ ആളുകളല്ലേ പരിശ്രമിച്ചാൽ കുറച്ച് ആൾക്കേ പറ്റുള്ളൂ. അപ്പൊ സാധാരണക്കാർക്ക് എന്താ വഴി? കഥാമൃതം. അവര് ദേവന്മാരുടെ അമൃതമൊന്നും പാനം ചെയ്യാൻ പോകണ്ട. അതൊക്കെ പാനം ചെയ്തിട്ടും വലിയ പ്രയോജനമില്ല, കുറച്ച് ദിവസം അവിടെ ഇരിക്കാം. ദേവന്മാരും സുഖമായിട്ടിരിക്കുന്ന ഒന്നും നമ്മൾ കാണാറില്ല. എപ്പോഴും അസുരന്മാരുടെ ആക്രമം. ദേവലോകം നവൈസ സേവ്യതാം, അത് അത്ര നല്ലതല്ലാന്ന് കാണിക്കാനാണ് എപ്പോഴും ദേവന്മാർക്ക് ഓരോ ഉപദ്രവം വരുന്നത്. മഹിഷാസുരൻ വരുന്നു, സർവ്വതം പിടിച്ചെടുക്കണു. ശുംഭ നിശുംഭന്മാർ വരുന്നു, അവരും പിടിച്ചെടുക്കണു. എല്ലാവരും പിടിച്ചെടുത്ത് അവർക്ക് ഒരു സമാധാനമില്ല. അങ്ങനെയുള്ള ലോകത്തേക്കാണോ നിങ്ങൾ പോകേണ്ടത് എന്നാണ്. അങ്ങനെ അതൊന്നും നല്ലതല്ലാണ്. അതാണ് പിബന്തിയേ ഭഗവത ആത്മനസ്സതാം. സജ്ജനങ്ങളുടെ ആത്മാവായിട്ടുള്ള അവരുപാസിക്കുന്ന അവരുപാസ്യ ദേവതയായിട്ടുള്ള ഭഗവാന്റെ കഥയാകുന്ന അമൃതം ശ്രവണപുടേഷു സംഭൃതം. വെള്ളം കുടിക്കണമെങ്കിൽ ഒരു പാത്രം വേണം. എന്തുകൊണ്ടാ അത് കുടിക്കുക? കാതാകുന്ന കുമ്പിള്, കാതുകൊണ്ട് ശ്രവണപുടേഷു സംഭൃതം. അതാരാണോ കാതില് അത് സംഭരിച്ചു വയ്ക്കണത്? പുനന്തിത്തെ വിഷയവിദൂഷിതാശയം. പലതും ചിന്തിച്ച് മലിനമായി അത്യന്തം വിഷമിക്കുന്ന ആളുകൾക്കല്ലേ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഇത് മതിയെന്നാ. ദേവന്മാരുടെ അമൃതമൊന്നും കിട്ടാൻ വിഷമാ, അത് വെറുതെ കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആരും കഴിച്ച ആളുകളില്ല, അവിടെ പോയ ആളുകളില്ല, ആർക്കും അറിയില്ല ദേവന്മാരുടെ അമൃതിനെ കുറിച്ച്. ഭഗവാന്റെ കഥയാവുന്ന അമൃതിനെ കുറിച്ച് ഏത് കുട്ടിക്കും അറിയുകയും ചെയ്യാം. നമ്മൾ കേൾക്കുന്നതാ. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇതൊക്കെ സത്യമുക്തിയും ക്രമമുക്തിയും ഒക്കെ പറഞ്ഞെങ്കിലും എല്ലാവർക്കും അത് അനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ശുഖബ്രഹ്മർഷി അവസാനം പറഞ്ഞത് പിബന്തിയേ ഭഗവതാത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തിതേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം. പരീക്ഷിച്ചിട്ടുണ്ട് അതാണല്ലോ പറഞ്ഞത്. ഞാൻ ഭാഗവതം കേൾപ്പിക്കാന്നാ പറഞ്ഞത്. അങ്ങ് സത്യമുഖി നേടൂ ക്രമമുഖി നേടൂ എന്നല്ല പറഞ്ഞത്. അത് എല്ലാവർക്കും അത് പറ്റില്ല. അത്രയും കർമ്മങ്ങൾ ഒടുങ്ങിയ ആളുകൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഭാഗവതം തന്നെ ഭഗവത് കഥ എന്നർത്ഥന. ഭാഗവതത്തിലും ഏകാദശത്തിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം ഭഗവാന്റെ കഥകള് ഈ പുരാണങ്ങളിലോ മറ്റു പുരാണങ്ങളിലോ എവിടെയാണെങ്കിലും അത് തെരഞ്ഞെടുത്ത് എടുക്കണം എന്ന് മാത്രം. പലതും പറഞ്ഞിട്ടുണ്ടാവും, ഭഗവത് കഥകളല്ലാണ്ട് വേറെയും പല കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഒഴിവാക്കണം, ഭഗവത് കഥ മാത്രം എടുക്കണം. എന്നാൽ ആ വിഷമം നമുക്കിപ്പോൾ ചെയ്യണ്ട, അത്ര വിഷമമില്ല നമുക്ക്. അത് വ്യാസഭഗവാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിഹാസ പുരാണാനാം സാരം സാരം സമുദ്ധിതം. ഇനി നമ്മൾ പോയി ഇത് മുഴുവൻ തപ്പിപ്പിടിച്ച് അതിൽ നിന്ന് ഭഗവത് കഥ മാത്രം തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റില്ല. നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം വ്യാസഭഗവാൻ അത് ചെയ്തിട്ടുണ്ട്. ആ സാരസംഗ്രഹമാണ് ശ്രീമദ് ഭാഗവതമാകുന്ന ശാസ്ത്രം. ഇത് വേണ്ട പോലെ യഥാശക്തി അതിനെ ശ്രമിച്ചാൽ തന്നെ മനുഷ്യന് മറ്റെല്ലാം സാധനകൾ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് കിട്ടുന്നത് ഭാഗവത ശ്രവണം കൊണ്ട് മനുഷ്യന് കിട്ടും എന്ന് പ്രഖ്യാപിച്ചു. പിന്നെയാണ് ഓരോ വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാവും, കുറേ ധനം വേണമെന്നുണ്ടാവും, വേറെ ഓരോന്ന് പലത്തിലും ആഗ്രഹം ഉണ്ടാവും. അതും നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്നും അതൊന്നും ശരിയായിട്ടുള്ള സുഖം നിങ്ങൾക്ക് തരുമെന്ന് വിചാരിക്കണ്ട. അതും നിങ്ങൾക്ക് കിട്ടുകയൊക്കെ ചെയ്യും. അതും ഭഗവാൻ തന്നെയാണ് തരുന്നത്, നാനാ ദേവതകളുടെ രൂപത്തിൽ നിന്ന്. ഒരേ ഭഗവാൻ തന്നെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നാനാരൂപങ്ങൾ, അശ്വിനി ദേവതകളായിട്ടും മിത്രനായിട്ടും വരുണനായിട്ടും ഇന്ദ്രനായിട്ടും അപ്സരസ്സുകളായിട്ടും അങ്ങനെ വേണ്ട പല രൂപത്തിലും ഓരോന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അത് ആഗ്രഹിച്ചോളൂ, നിങ്ങൾക്കത് കിട്ടും. പക്ഷേ അകാമഹ സർവകാമോ വാ മോക്ഷകാമൗദാരധീഹി തീവ്രേണ ഭക്തിയോഗേന. എല്ലാ വിഷയങ്ങളിലും ആസക്തി ഉണ്ടെങ്കിലും
അതൊന്നും ഇല്ലാത്തവരും ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ ഉപാസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുണ്ടായ സംഭാഷണം ഉണ്ടായെന്ന് പറയണം സൂതൻ ശൗനകാദി മഹർഷിയെടുക്കെ. മഹർഷിമാരുടെ ചോദ്യത്തിന് ഉത്തരം പറയലാണല്ലോ. അപ്പോഴാണ് ഇവർ തമ്മിലുണ്ടായ സംഭാഷണം കേൾപ്പിക്കാന്ന് പറയുമ്പോൾ ആ സന്ദർഭമാണ് ഇവിടെ വർണ്ണിച്ച്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശൗനകാദി മഹർഷിമാർക്ക് വലിയ സന്തോഷമായി. അവർ പറയണം, ബിലേബതോരു ക്രമവിക്രമാന്യേന ശൃണ്വത കർണപുടേ നരസ്യ. ശരീരത്തിലുള്ള 2 ദ്വാരങ്ങൾ, കാതുകൾ എന്ന് പറഞ്ഞാൽ 2 ദ്വാരങ്ങൾ. അതിന് കാതുകൾ എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും ഭഗവത് കഥകൾ കേൾക്കാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 2 ബിലങ്ങൾ, 2 ദ്വാരങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ കേൾക്കേണ്ടത് സജ്ജനങ്ങളുടെ മുഖത്തുനിന്ന് വേണ്ട പോലെ കേൾക്കുകയാണെങ്കിലോ എന്നാൽ അത് ശ്രോത്രമായി, അത് ശ്രുതിയായി, അത് കാതുകളായി. അതുപോലെ തന്നെ ജിഹ്വാ അസതി ദാർദുരികേവ സൂത. നാവ് സംസാരിക്കാനുള്ള കഴിവുണ്ടതിന്. അത് നാവ് ആവണമെങ്കിൽ എങ്ങനെ വേണം? ഭഗവത് കഥകൾ പാടണം, ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കണം. അല്ലെങ്കിൽ ദർദുരത്തിൻ്റെ നാവ് പോലെ. ദർദുരം എന്ന് പറഞ്ഞാൽ തവള. തവളയ്ക്ക് വളരെ ദീർഘമായിട്ടുള്ള നീളമുള്ള നാവുണ്ട്. എന്താ പ്രയോജനം? നാമം ജപിക്കാൻ കഴിയില്ല. അതുപോലെ ഇരിക്കും. മനുഷ്യനാണെന്ന് പറയാം, നാവ് തവളയുടെ എന്ന് പറയേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ, വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ. വേണ്ട പോലെ ഉപയോഗിച്ചാൽ എല്ലാം സഫലമാക്കാൻ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ. വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാം നിഷ്ഫലം ആയിട്ട് തീരും. അത്ര ശക്തിയായിട്ടുള്ള ഭാഷയല്ല അവിടെ പറയണത്. ജിഹ്വാസതീദാർദുരികേവ സൂത നോപഗായത്തിരുഗായഗാഥാം. ഭഗവത് കഥകൾ പാടുന്നില്ലെങ്കിൽ ആ നാവുകളെ നാവെന്ന് പറയാൻ പറ്റുമോ? നാമം ഉച്ചരിക്കുന്നില്ലെങ്കിൽ അതിനെ നാവെന്ന് പറയാൻ പറ്റുമോ? മറ്റ് ജീവികളുടെ നാവ് പോലെ ആയി തീരില്ലേ? അതുപോലെയാണോ മനുഷ്യന്മം? എത്രയോ ഉത്കൃഷ്ടമല്ലേ എന്ന് ചോദിക്കുക. ഇതൊക്കെ കേട്ടാൽ എത്ര നാമം ജപിക്കാത്തവർക്കും എത്ര ഭഗവത് കഥകൾ കേൾക്കാത്തവർക്കും ഒരല്പസമയം ഒരു നാമെങ്കിലും ജപിക്കണം എന്നൊരു തോന്നൽ വരും. ഒരു ദിവസം ഒരെണ്ണം ജപിക്കണം തോന്നിയാൽ പിറ്റേ ദിവസം കൂടുതൽ ജപിക്കണം തോന്നും. കുറെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറും. അത് ദിവ്യമായിട്ടുള്ള നമുക്ക് അനുഭവങ്ങൾ ക്രമത്തിൽ അത് തരും. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് വലിയ ഭാഗ്യമായിട്ട് കരുതണം എന്നാണ്. ഭാരപ്പരം പട്ടകിരീടജുഷ്ടം അപ്യുത്തമാംഗം നമേൻ മുകുന്ദം. വലിയ തലപ്പാവുണ്ട്, കിരീടമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഭാരമായിട്ട് തോന്നും. ഭഗവാന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കാത്ത ശിരസ് എന്നാ. ഭഗവാന്റെ മുമ്പിൽ കുനിക്കാത്ത ശിരസ്, ബാക്കി എന്തെല്ലാം കിരീടം വെച്ചാൽ എന്തായാലും കാര്യമില്ല. അതൊക്കെ വലിയൊരു ഭാരമായിട്ട് വിഷമമായിട്ട് തോന്നും. ഭഗവാന്റെ മുമ്പിൽ താഴ്ത്തണം ശിരസ് എന്നുള്ളൂ. അല്ലെങ്കിൽ ഭാരമാണ് മറ്റെന്തു വച്ചാലും. ശാവവും കരവും നോ കുരുതസ്സപര്യാം. ഒരു പുഷ്പമെങ്കിലും ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് സമർപ്പിക്കണില്ലെങ്കിൽ, ഭഗവാന്റെ മുമ്പിൽ കൈകളൊന്ന് കൂപ്പണില്ലെങ്കിൽ അതെങ്ങനെയാവും? ശാവവും കര, ശവത്തിന്റെ കരം പോലെ എന്നാ. മൃതശരീരത്തിന്റെ കൈകൾ. മൃതശരീരത്തിന് കൈകൾ കാണാം, എന്തേലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാത്ത ഫലമാണ് കൈകളെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ എന്നുള്ളു. കുരുത സപര്യാം ഹരേഹേ ലസൽക്കാഞ്ചന കങ്കണൗവ. ധാരാളം കങ്കണങ്ങള് മോതിരാദികളെല്ലാം അണിയണ്ട്. ഇതുണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ വെറുതെ പ്രയോജനമില്ലാത്തതാണ്. ഭഗവാന്റെ പാദത്തിൽ എന്തെങ്കിലും കൊണ്ട് സമർപ്പിക്കുക ഭഗവാന് വേണ്ടിയിട്ട് എന്ന് പറയും. അതുപോലെ തന്നെ ബരിഹായി തേ നയനേ നരാണാം. മനുഷ്യരുടെ കണ്ണ്, കാഴ്ചശക്തി, ഇതൊന്നും നമ്മുടെ ശക്തി കൊണ്ട് നേടിയതല്ല, ഭഗവാൻ തന്നേക്കുന്നതാ. ജന്മനാ തന്നെ കണ്ണില്ലാത്തവര് എന്നിട്ട് തൻ്റെ മെടുക്കൊണ്ട് സാമർഥ്യം കൊണ്ട് നേടിയതാണോ കാഴ്ച? ഭഗവാൻ തന്നിരിക്കുന്നത് ആർക്കും ചിന്തിച്ചറിയാം. ഇതിനൊന്നും വലിയ വലിയ ബുദ്ധിശക്തിയും ശാസ്ത്ര പാണ്ഡിത്യമൊന്നും വേണ്ട, ഒരല്പം ചിന്തിക്കേ വേണ്ടൂ. അപ്പൊ ഈ കാഴ്ചശക്തി അതെങ്ങനെയാണ് സഫലമാവുന്നത്? അത് മയിൽ പീലി കണ്ണ് പോലെയാവും. മയിൽ പീലികളിലെ കണ്ണിന്റെ അടയാളമുണ്ട്, പക്ഷെ അതിന് കാഴ്ചശക്തിയില്ല. അതുപോലെ കാണാത്ത പോലെയാണ്. എങ്ങനെയാണെങ്കിൽ ക്ഷേത്രാണി ലിംഗാനി വിഷ്ണോർന്ന നിരീക്ഷതോയേ.
ഭഗവാന്റെ അലങ്കരിച്ച ദിവ്യകോമളമായിട്ടുള്ള വിഗ്രഹം കാണുന്നില്ലെങ്കിൽ ആ കാതുകള് വെറും മയിൽ പീലി കണ്ണ് പോലെയുള്ളൂ, കാഴ്ചയില്ലാത്ത പോലെ കരുതിക്കൊള്ളൂന്ന എന്ന് പറയണം. പിന്നെ പാദവും നൃണാന്തവും ദ്രുമജന്മഭാജവും, പാദങ്ങള് വെറും വൃക്ഷങ്ങൾ പോലെയാവുന്ന, വൃക്ഷങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അതുപോലെ സഞ്ചരിക്കാത്ത പോലെയാവും. എങ്ങനെയാണത്? ക്ഷേത്രാണി നാനുവ്രജതോ ഹരേരിയവും, ഭഗവാന്റെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ കാലുകൾക്ക്, കാലെന്ന് പാദങ്ങളെന്ന് പറയാൻ പറ്റില്ല, സഞ്ചരിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്, സഞ്ചരിച്ചു എന്ന് പറയാൻ പറ്റില്ല. വേറെ വെള്ളത്തിൽ സഞ്ചരിച്ചാൽ അത് വൃക്ഷങ്ങൾ പോലെയാവും, വൃക്ഷങ്ങൾ അങ്ങനെ നിൽക്കണ പോലെയാവും. അതുകൊണ്ട് പാഴാക്കരുതട്ടോ. എന്നാണ് ഈ സഞ്ചാരശക്തി മനുഷ്യൻ ഇല്ലാണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഓടി നടന്നേറുന്ന ആളുകളെ ഒരു നിമിഷം നേരം കൊണ്ട് ഒരു ദിക്കിൽ വീണു ഒന്നും വയ്യാണ്ടാവണം. അപ്പൊ ഇതുകൊണ്ട് എല്ലാ ശക്തികളും ഇല്ലാതാവാൻ ഒരു നിമിഷം മതി. പാഴാക്കല്ലേ, കിട്ടിയ അവസരം പാഴാക്കല്ലേ എന്നുള്ള നല്ല ശക്തിയായിട്ടുള്ള ഭാഷയിലാണ് പറയുന്നത്. ജീവഞ്ചവോ ഭാഗവതാഘ്രിരേണും ന ജാതുമത്യോഭിലഭേതയസ്തു. ജീവഞ്ചവ, ജീവിച്ചിരിക്കുകയാണെങ്കിലും ജീവന്നപി മൃതോ ഹി സഹ, ജീവിച്ചിരിക്കാനും മൃതതുല്യവനാണ്. എങ്ങനെയാണെങ്കിൽ ഭാഗവതാഘ്രിരേണും ന ജാതു മർത്യോഭിലഭേതയസ്തു. മഹാത്മാക്കൾ നടന്ന വഴിക്ക് നടക്കുക, അവരുടെ പാദധൂളികൾ ധരിക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടും മൃതന്റെ കൂട്ടത്തിലായിട്ട് തീരും. അതുപോലെ തന്നെ ശ്രീ വിഷ്ണുപത്യാമനുജസ്തുളസ്യാഹം ശസംശകോ യസ്തു നവേദഗന്ധം. അതുപോലെ തന്നെ ഘ്രാണശക്തി, ഭഗവാന്റെ പാദത്തില് സമർപ്പിച്ചിട്ടുള്ള തുളസിയുടെ ഗന്ധം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ശ്രീ ശ്വസൻശകോയസ്തു നവേദഗന്ധം. ശ്വസൻ പിന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ആ ജീവിതം പാഴാണെന്ന് പറയും. ജീവൻ ശവഹ, മൃതതുല്യനാണ് അവൻ എന്ന് പറഞ്ഞു. ഭഗവത് ഭക്തന്മാരുടെ പാദധൂളികൾ അണിയാൻ കഴിയണില്ലെങ്കിൽ, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച പുഷ്പത്തിന്റെ ഗന്ധം അറിയണമെങ്കിൽ അവനെ ജീവിച്ചിരിക്കുന്നവെന്ന് പറയാൻ പറ്റില്ല. ജീവൻ നപി മൃതോ ഹി സാ തദശ്മസാരം ഹൃദയം വതേദം യദ്ഗൃഹ്യമാണൈഹി ഹരിനാമധേയൈഹി ന വിക്രിയേതാഥ യഥാ വികാരോ നേത്രേ ജലം ഗാത്രഗുഹേഷു ഹരിഷഃ. ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ, ഭക്തി കൊണ്ട് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ, ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവണില്ലെങ്കിൽ അവരുടെ ഹൃദയം കഠിനം, കരിങ്കല്ല് പോലെ എന്ന് പറയേണ്ടി വരുന്നത് അതുപോലെ ആയിട്ട് തീരും. അതുകൊണ്ട് മനസ്സിന് നല്ല അലിവ് കഴിയുമ്പോഴാണ് ചിത്താർദ്രത്വം. അതെ, ചിത്രത്തിന് ആർദ്രതയില്ലെങ്കിൽ എവിടെയാ മനസ്സിന് സന്തോഷം? മനസ്സിന് സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ മാലിന്യങ്ങൾ പോയി ആർദ്രമായി നന്നായിട്ടിരിക്കല്, ഭാരം കുറഞ്ഞിരിക്കല്, മനസ്സ് മലിനഭാരമൊക്കെ പോയി ഇരിക്കണേ. ഇതൊക്കെ ഭാഗവത ശ്രവണം കൊണ്ട്, ഭഗവത് കഥാശ്രവണം കൊണ്ട് കിട്ടും എന്നതൊക്കെ ഭാഗവത്തിന്റെ മഹാത്മ്യ. ഈ ചോദ്യത്തിന് മുഴുവൻ ഉത്തരം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആരടുക്കുകയും ചോദിക്കേണ്ടി വരില്ല ഭാഗവതം കേട്ട ആളുകൾക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല മനഃശാന്തി ഉണ്ടാവും. എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചെയ്താൽ മതി. ഭഗവാന്റെ ദിവ്യകോമളമായിട്ടുള്ള വിഗ്രഹം കാണാം, ഭഗവാന്റെ പ്രസാദം അനുഭവിക്കുക, പുണ്യക്ഷേത്രങ്ങളുടെ ദർശനം നടത്തുക, പ്രദക്ഷിണാദികൾ. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള മനഃശാന്തി മനുഷ്യനുണ്ടാവും. അത്ര ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് എത്രയോ പുണ്യക്ഷേത്രങ്ങൾ ഋഷീശ്വരന്മാർ സൃഷ്ടിച്ചേക്കുന്നത്. ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാനാ. അപ്പൊ അതൊക്കെ നമ്മൾ സംരക്ഷിച്ച് പൂർവികന്മാർ കാണിച്ചെന്ന മാർഗം, അവരൊരു വിളക്ക് കത്തിച്ചെന്നുണ്ട്, അത് കെടാതെ നോക്കത്, ദീപസ്തംഭം പോലെ അതിനെ സംരക്ഷിക്കലേ നമ്മുടെ ചുമതലയാണ്. അപ്പോൾ നമ്മൾ രക്ഷിച്ച് നമ്മുടെ ശേഷം വരുന്നവർക്ക് നമ്മൾ കൊടുക്കണം, അപ്പോഴേ പൂർത്തിയാവും. അങ്ങനെ പൂർവികന്മാർ തന്ന കാരണമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ? ഇതാ മനുഷ്യന്റെ കർത്തവ്യം. ഇത് പറഞ്ഞ അതുകൊണ്ട് എന്തുണ്ട്? ശമനകാദി മഹർഷി പറയാം, അധ അഭിധേയങ്ക. അതുകൊണ്ട് പറഞ്ഞു തരൂ, മനോനുകൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന. ആ മഹാഭാഗവതനായിട്ടുള്ള അദ്ദേഹം
പറഞ്ഞ പോലെ യദാഹ വയ്യാസകീഹി ശുഖബ്രഹ്മർഷിയുടെ നൃപതിം സാധുപൃഷ്ടാഹ. എങ്ങനെയാണോ രാജാവ് ചോദിച്ചപ്പോ ശുഖബ്രഹ്മർഷി വർണ്ണിച്ചു കൊടുത്തില്ലേ, അത് പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, വർണ്ണിച്ചു തരൂ ഞങ്ങൾക്ക്. വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അപ്പോഴാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ആരംഭിക്കുന്നത്, ആ സത്യത്തെക്കുറിച്ചും എല്ലാം. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു ശ്ലോകം നമ്മൾ കേട്ടാൽ മതി. ദിവസം ഒരു ശ്ലോകം മനനം ചെയ്യും ഭാഗവതം, അത്ര മതി. അല്ലാണ്ട് കുറേ അധ്യായം വായിക്കണമെന്നൊന്നുമില്ല, ഒറ്റ ശ്ലോകം. കാരണം എന്താ, എല്ലാ ശ്ലോകത്തിനും വലിയ വലിയ സന്ദേശമുണ്ട്. 11,000 ശ്ലോകത്തിനും ഓരോ സന്ദേശമുണ്ട്. അല്പനേരം അതിനനുസ്മരിക്കാനൊരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ വലുതായിട്ടുള്ള ലാഭമാണ്. ജന്മലാഭ പര പുംസാം അന്തയേ നാരായണ സ്മൃതി. നിമിഷ നേരം കഴിഞ്ഞാൽ, സ്മരിക്കാൻ കഴിഞ്ഞാൽ ജീവിത സാഫല്യമായിട്ട് കണക്കാക്കാം. അങ്ങനെയുള്ള അവസരമാണ് നമുക്ക് എല്ലാ മാസത്തിലും കിട്ടുന്നുണ്ട്. അത് വേണ്ട പോലെയൊക്കെ ഭക്തന്മാരെ ഉപയോഗിച്ച് സഫലമാക്കണം. ഇങ്ങനെ പുണ്യസ്ഥലത്ത് നമ്മൾ എത്തിയത് ഭഗവാൻ കൊണ്ടെത്തിച്ചതാണ്, പാഴാക്കല്ലേ എന്നവർ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സമർപ്പിക്കുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് 2 മണി കഴിഞ്ഞ് പാരായണം തുടങ്ങുമ്പോൾ, 2:15 പാരായണം തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അനുസ്മരിക്കാം. മുഴുവൻ അനുസ്മരിക്കണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ വേണ്ടി വരും. അത് നമ്മൾ സത്രത്തിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഓരോ ഭാഗങ്ങളായിട്ട് എത്രയോ ആചാര്യന്മാരെ പ്രഭാഷണങ്ങൾ. ഇത് നമ്മൾ പാരായണം പ്രധാനമായിട്ട് അല്പസമയം അതിനെക്കുറിച്ചൊന്ന് അനുസ്മരിക്കുക. എല്ലാം ഭഗവത് ഉപാസനയായിട്ട് നമ്മൾ കരുതണു. ഇപ്പോൾ അവിടെ സമർപ്പിക്കണു. 2:15 വീണ്ടും പാരായണം ആരംഭിക്കും. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കരം ശരണം മേ തവ ചരണയുഗം. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവ ചരണയുഗം. മോഹിനി സുതനേ മോഹനരൂപ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.